ഉദ്ധവനില്ലാതെ എന്ത് ഭാഗവതം എന്ന തീരുമാനം പോലെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ഭഗവാന് കാലിൽ അമ്പേറ്റിരിക്കുന്നു. സ്വർഗാരോഹണത്തിന് സമയമായി. ഭ്രാന്ത് പിടിച്ചവനെ എന്നോണം ഉന്മാദ അവസ്ഥയിൽ തന്നെ അവിടെയും ഇവിടെയും ഓടിപ്പാഞ്ഞ് നടക്കുന്നു ഉദ്ധവൻ. അവിടുന്ന് ഇവിടം വിട്ടു പോവുകയാണ് എങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം, അവിടുന്ന് ഇല്ലാത്തൊരു ലോകത്തിൽ എനിക്ക് നിലനിൽപ്പില്ല എന്ന കൃത്യമായ ഒരു ഭക്തന്റെ ചാബല്യം കളർന്ന നിലവിളികൾ അവിടെ നിന്ന് നിലവിളിക്കുന്ന ഉദ്ധവനെ ഒരു സന്ത്രാസത്തിലേക്ക്, കേമമായിട്ടുള്ള ഒരു ബാലൻസിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ ഹംസരൂപേണ ഉപദേശിച്ചു എന്ന അർത്ഥത്തിൽ ഇതിന് ഹംസഗീത എന്നും ഒരു പേരുണ്ട്. ഉദ്ധവന് കൊടുത്തു എന്നതുകൊണ്ട് ഉദ്ധവ ഗീത എന്നും പേരുണ്ട്. കുരുക്ഷേത്ര ഭൂമിയിൽ എങ്ങനെയാണോ അർജുനന് മുൻപിൽ ജീവിതത്തിന്റെ ശരിതെറ്റുകളെ പറ്റി, ജീവിതം കേമമായി നിലനിർത്താൻ എന്തൊക്കെ അനുസന്ധാനം ചെയ്യേണ്ടതുണ്ട് ഞാനും നിങ്ങൾ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന ഗീതയോട് ചേർത്ത് തന്നെ വെച്ചുകൊണ്ട് ആയതുകൊണ്ട് ഇതിന് ഉദ്ധവ ഗീത എന്നും ഒരു പേരുണ്ട്. പലതരം പേരുകളിൽ അറിയപ്പെട്ടുവെങ്കിലും അതിൻ്റെ സാരാംശം അഥവാ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഞാനും നീയും സമസ്തവും ഒന്ന് എന്നുള്ളതും അവിടെ സമഭാവനയോടെ പരിലസിച്ചാൽ നമുക്ക് മോക്ഷം എന്നുള്ള പരിപാവനമായിട്ടുള്ള തത്വം. ആ തത്വം പറയുന്ന രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിക്കുന്ന ടൂളുകൾ, മാധ്യമങ്ങൾ വ്യത്യസ്തമാണ്. ആ മാധ്യമങ്ങളെ പറ്റി ഒന്ന് വിശകലനം ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വർഗാരോഹണത്തിന് മുമ്പായതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അത്ഭുതം നമുക്കുണ്ടാവും കേട്ടോ. നേരത്തെ സംസാരിച്ച പ്രസംഗകൻ പറഞ്ഞതിനോട് ചേർത്ത് തന്നെ പറയട്ടെ, നമ്മുടെ ഭൂമികയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന അങ്ങനെ. എന്തിനാ ഈ അർജുനന് യുദ്ധഭൂമിയിൽ വെച്ച് ഉപദേശം കൊടുത്തത്? എന്തിനാണ് ഉദ്ധവന് മരിക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് മുമ്പ് ഉപദേശം കൊടുത്തത്? ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനന മരണങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ചാക്രികമാണ് എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള ഭാരതീയ ദർശനമാണ്. ഇതിനെല്ലാം വേണ്ട ഭൂമിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏറിയ, അതിൻ്റെ സന്ദർഭം തിരഞ്ഞെടുക്കുന്നതിന് ഇവരൊക്കെ അല്ലെങ്കിൽ മഹാത്മാക്കൾ, നമ്മുടെ പൂർവ്വസൂരികൾ പുലർത്തിയിട്ടുള്ള നിഷ്ഠ. ഒരു കുരുക്ഷേത്ര ഭൂമി എന്ന് പറയുമ്പോൾ നാം ഒക്കെ എപ്പോഴും കേൾക്കുക ഒരു യുദ്ധത്തിന് അവിടെ ഉപദേശിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ടോ എന്നാണ്. കഥയ്ക്കുള്ളിലെ കഥ തിരിച്ചറിയുക എന്ന് പറയുമ്പോഴാണ് കുരുക്ഷേത്രം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ദൈനംദിന ജീവിതം തന്നെയാണ്. യുദ്ധഭൂമി തന്നെയാണ് കുടുംബങ്ങൾ മിക്കവാറും. ആലോചിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഒരു വടിവാളും ഒക്കെ കൊണ്ട് അമ്മ ഇങ്ങനെ തുള്ളുന്ന അമ്മയെ ഭഗവതി സങ്കല്പത്തിൽ നിന്ന് നവരാത്രി സങ്കല്പത്തിലേക്കല്ല ദുർഗാ സങ്കല്പത്തിലേക്ക് മാറുന്നതൊക്കെ നമ്മൾ കുടുംബത്തിൽ കാണാറുണ്ട്. അതുകൊണ്ട് യുദ്ധഭൂമിയിൽ എങ്ങനെയാണോ ജീവിതം എന്ന് പറയുന്ന യുദ്ധത്തിൽ പെരുമാറുന്നത് എങ്ങനെയാണ് ഇടപെടൽ നടത്തേണ്ടത് എന്നതിൻ്റെ വൈക്ലഭ്യം ബാധിച്ച് പാവം അർജുനന് തേർത്തട്ടിൽ തളർന്നിരിക്കുകയും ഗാണ്ഡീവം തോളിൽ നിന്ന് ഊർന്നു പോവുകയും മൃതപ്രായനായിരിക്കുകയും ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ കൃഷ്ണ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള കർമ്മമൗഢ്യം ബാധിക്കുന്ന ഇടം തന്നെയാണ് മനഃപൂർവ്വം നമ്മുടെ പൂർവ്വസൂരികൾ അല്ലെങ്കിൽ ഭഗവാൻ സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി യുദ്ധം എന്ന് പറയുന്നത് അങ്ങ് ദൂരെ ഒരു കുരുക്ഷേത്രമാകാം, അവിടെ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാകാം, അങ്ങനെയും കഥയ്ക്കെടുക്കാം. ഈ യുദ്ധം എന്ന് പറയുന്നത് നടക്കുന്നത് അകത്താണ് എന്നും എടുക്കാം. നേരത്തെ യുഗങ്ങളെ പറ്റി ഒന്ന് പറയുന്നത് യുദ്ധഭൂമികയെ വേറൊരു തരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാം. കൃതയുഗത്തിൽ ഗോളങ്ങൾ തമ്മിലാണ് യുദ്ധം എന്നുണ്ടെങ്കിൽ ഗോളങ്ങൾ 2 ഗോളം, അതായത് സ്വർഗലോകത്തിൽ നിന്ന് പാതാള ലോകവും തമ്മിലുള്ള യുദ്ധമാണ് അന്ന് നടന്നത് എങ്കിൽ ശത്രു പക്ഷത്ത് നിൽക്കുന്ന ശരിയും തെറ്റും ഗോളങ്ങളുടെ അന്തരമായി അവയ്ക്കുണ്ടായിരുന്നുവെങ്കിൽ ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതമായപ്പോഴേക്കും അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി അടുത്തടുത്ത് വരാൻ തുടങ്ങി എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് അയോധ്യയും ഒന്ന് ലങ്കയും എന്ന് പറയുന്നത് 2 രാജ്യങ്ങളാണ്. ആ 2 രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് നന്മ തിന്മകൾ നിൽക്കുകയും അവയുടെ കലഹങ്ങളും ഒടുവിൽ നന്മയ്ക്ക് വിജയവും എന്ന് വരുമ്പോൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മാവതാരം നടന്ന അല്ലെങ്കിൽ സമ്പൂർണ്ണാവതാരം കൃത്യമായി നിർവഹിക്കപ്പെട്ട യുഗത്തിൽ ഇത് ഇടുങ്ങി ചേർന്ന് കുലങ്ങൾ തമ്മിലുള്ള യുദ്ധം, കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധമായി അടുപ്പത്തിൽ വന്നു എന്നുള്ളത് ഭയപ്പാടോടുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ അടുപ്പം എന്ന് പറയുന്നത് പാണ്ഡവർ കൗരവർ ഒറ്റ കുടുംബത്തിൽപ്പെട്ടവരാണ്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന തട്ടിൽ ശരിതെറ്റുകളുടെ കലഹം വന്നപ്പോൾ കലിയുഗത്തിൽ സംഘടനകളെല്ലാം നടക്കുന്നത് മനസ്സിലാണ്.
അപ്പോൾ ലോകത്തിൽ നിന്ന് ഗോളത്തിൽ നിന്ന് രാജ്യത്തിലേക്കും, രാജ്യത്തിൽ നിന്ന് കുടുംബത്തിലേക്കും, കുടുംബത്തിൽ നിന്ന് മനസ്സിലേക്കും അടുത്തടുത്തടുത്ത് നന്മ തിന്മകൾ തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ കുരുക്ഷേത്ര ഭൂമിനെ അങ്ങനെയും കൂടെ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും. യുദ്ധം നടക്കുന്ന സുരന്മാരും അസുരന്മാരും എൻ്റെ ഉള്ളിൽ തന്നെയുള്ള നല്ല വാസനകളും ചീത്ത വാസനകളും തമ്മിലുള്ള കലഹമാണ്. അവിടെ ആധ്യാത്മികതയുടെ അമൃത് വിതരണം ചെയ്താൽ അതവിടെ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഉണ്ടാകുന്നത് സായുജ്യമാണ്, സാക്ഷാത്കാരമാണ്. ഇത്തരം കവിതയ്ക്കുള്ളിലെ, കഥയ്ക്കുള്ളിലെ, ആഖ്യാനത്തിനുള്ളിലെ, ശ്ലോകങ്ങൾക്കുള്ളിലെ മുത്തുകൾ കണ്ടെത്താൻ ഭക്തർക്ക്, ജനങ്ങൾക്ക്, സാധാരണക്കാരായ നമുക്കൊക്കെ സാധിക്കുമ്പോഴാണ് ശരിക്ക് മോക്ഷം എപ്രകാരമാണ് ജീവിതചര്യയിൽ ഇടപെടേണ്ടത് എന്ന തിരിച്ചറിവും ഉണ്ടാകുന്നത്. ഇന്നത്തെ കാലത്ത് 19ാം നൂറ്റാണ്ടിൽ രൂപീകൃതമായ ഒരു ശാഖയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഫ്രോയിഡാണ് കൊണ്ടുവന്നത് എന്ന് വിദേശത്തെ ആളുകളെല്ലാം അങ്ങനെയാണല്ലോ, ശാസ്ത്രമുണ്ടായത് അവിടെയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഗോളങ്ങളെപ്പറ്റി കൃത്യം അതിൻ്റെ ദൂരവും വലിപ്പവും എല്ലാം വ്യാഖ്യാനിക്കപ്പെടുന്ന നമ്മുടെ സംഹിതകൾ കൂടുതലും ഓറൽ ട്രഡീഷൻ, അതായത് പരസ്പരം സംവദിക്കുന്ന തരത്തിലായി പോയതുകൊണ്ടും ലിഖിത രൂപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു സ്റ്റാമ്പിംഗ് നടക്കാതെ പോയതുകൊണ്ടും ശ്രദ്ധിക്കാതെ പോയതാണ്. പക്ഷെ ഇപ്പോൾ അതെല്ലാം തിരിച്ചു വരികയും ഇവിടെ നിന്ന് കടമെടുത്ത അറിവുകൾ മറ്റു പല രീതിയിൽ ലോകം അപ്പാടെ വ്യാപാരം ചെയ്യപ്പെടുന്നതായ തിരിച്ചറിവുണ്ടാവുകയും ചെയ്യുമ്പോൾ ആലോചിക്കണം, 19ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ ഒരു ശാസ്ത്രം, ലോകം ശാസ്ത്രമുണ്ട് എന്ന് കണ്ടെത്തിയതിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഇനി ശ്രീകൃഷ്ണനെ പറ്റി കൃത്യമായി വ്യാഖ്യാനിച്ച എടുത്താൽ 5000 വർഷങ്ങൾക്ക് മുമ്പാണ് യുദ്ധഭൂമിയെ ഒരു ഇടമായി കണ്ടെത്തിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാൻ എന്ന കൗൺസിലറും അർജുനൻ എന്ന് പറയുന്ന കൗൺസിലിയും തമ്മിൽ നടക്കുന്ന സംവാദമായി ഗീത നിന്നത്. അതിൻ്റെ മറ്റൊരു തരത്തിൽ ഈ ലോകത്തിൽ നിന്ന് ഞാൻ നിഷ്കാസനം ചെയ്യാൻ പോകുന്നു, എപ്പോ ഏതൊക്കെ കാലങ്ങളിൽ അഹിതമായത് ഇവിടെ നടക്കുകയും നന്മയുള്ളവർക്ക് നാശമുണ്ടാവുകയും അവർ ദ്രോഹിക്കപ്പെടുകയും തിന്മ വല്ലാണ്ട് വളരുകയും ചെയ്യുന്ന കാലങ്ങളിലെല്ലാം സംഭവാമി യുഗേ യുഗേ എന്ന് പ്രതിപാദിച്ചുകൊണ്ട് ഭഗവാന്റെ രംഗപ്രവേശം, അത് നിഷ്ക്രമിക്കുന്ന വേളയിൽ തന്നെ തൻ്റെ ഏറ്റവും അടുത്ത മിത്രവും ബന്ധുവും ഭക്തനും കൂടിയായ ഒരാൾക്ക് പറയാതെ എല്ലാം പറഞ്ഞു വെക്കുന്നു. ഉദ്ധവനോട് ഭഗവാൻ പറയുന്നത്, കേട്ട് നിൽക്കുന്നേ ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ഭക്തർക്കും അത് ഭഗവാൻ നമ്മോട് പറയുന്നതായി തന്നെ അത് മാറ്റി എഴുതുമ്പോഴാണ് ജീവിതത്തിൽ എങ്ങനെ ഇടപെടണം എന്ന് ഉദ്ധവഗീത എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വർഗാരോഹണത്തിന് മുമ്പ് ഭഗവാൻ ഇത് പറഞ്ഞതിന് ശേഷം ഉദ്ധവന് വന്ന ഒരു ദുഃഖവും കൂടി പറയേണ്ടതുണ്ട്. ഭഗവാൻ സ്വർഗാരോഹണം നടത്തിക്കഴിഞ്ഞു, ഇവിടെ നിന്ന് നിഷ്ക്രമിച്ചു, ഭൗതിക ശരീരം ഇവിടെ കാണാനില്ല. എന്തൊക്കെ ഭഗവാൻ പ്രവചിച്ചു വെച്ചോ, സാമ്പന്റെ കഥയും അറിയാം. ഇവിടെ ഇരിക്കുന്നത് വിദ്വാൻമാരും വിദുഷികളുമായതുകൊണ്ട് കഥയ്ക്കൊരു പഞ്ഞവുമില്ല, കഥയെപ്പറ്റി ധാരണയുമുണ്ട്. പക്ഷെ അതിനകത്തെ കഥ ഒന്ന് അന്വേഷിക്കാൻ, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം എന്ന തത്വമാണ് ഞാനിവിടെ സ്വീകരിക്കുക. സാമ്പൻ എന്ന് പറയുന്ന ഭഗവാന്റെ പൗത്രൻ എന്നൊക്കെ പറയാവുന്ന തന്നെ ഒരാൾ, യാദവ കുലത്തിലെ യുവാവിൻ്റെതായിട്ടുള്ള ചോരത്തിളപ്പിൽ സ്വാഭാവികമായും സപ്തർഷികളോട് കലഹിക്കാം എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജ്ഞാനം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. കുട്ടികളിൽ സ്വാഭാവികമാണ് ഇത്തരമൊരു സാഹസിക വൃത്തി. അങ്ങനെ സാമ്പൻ ഒരുക്കി കെട്ടി ഗർഭിണിയുടെ രൂപത്തിൽ തന്നെ ആക്കി വെക്കുകയും, തലാണയൊക്കെയാണ് വയറിൽ വെച്ച് വെക്കുന്നത്, ഫാൻസി ഡ്രസ്സിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ. അപ്രകാരം ഇവർക്ക് മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവൾ പ്രസവിക്കുന്നതാണോ പെണ്ണോ എന്ന് ചോദിക്കുകയും, ആണും പെണ്ണും അല്ല, ഇവൾ ആരാണ്, ഇവൻ എന്നുള്ളത് ധാരണയുള്ളവരാണ് സപ്തർഷികൾ, ജ്ഞാനികളാണ് എന്നതുകൊണ്ട് തന്നെ അവർ തിരിച്ച് മറുപടിയായി പറയുന്നു, ഇവൻ പ്രസവിക്കും. പക്ഷേ ഇവൻ പ്രസവിക്കുന്നത് പെണ്ണിനെയോ ആണിനെയോ അല്ല, മറിച്ച് ഒരു മുസലത്തെയായിരിക്കും, ഒരു ഇരുമ്പുലക്കയായിരിക്കും എന്ന്. സപ്തർഷികൾ അവിടെ നിന്ന് നടന്നു പോകുന്ന, അവർ അവിടെ നിന്ന് മാറുന്ന ഉടനെ തന്നെ അതികഠിനമായ പ്രസവ വേദന സാമ്പനുണ്ടാവുന്നു എന്ന് കഥ. ഈ സാമ്പൻ പ്രസവിക്കുന്നു, ആ പുറത്തേക്ക് വരുന്ന ആ മുസലം അതിലൂടെ നിങ്ങളുടെ വംശം നശിക്കും എന്നും ശാപം നൽകിയിട്ടാണ് പോയത്. വംശം നശിക്കും എന്ന ഭയത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ഈ മുസലത്തിനെ കയ്യിലെടുത്തിട്ട് ഇവർ അതിനെ നശിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത പ്രകാരം തന്നെ അതിനെ ഉരച്ചുരച്ച് കണികകളാക്കിയാൽ പിന്നെ അത് ദോഷം ഉണ്ടാക്കില്ലല്ലോ എന്ന് ധരിക്കുന്നു. കർമ്മം എന്ന് പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നും സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് നമ്മെ കാലാകാലങ്ങളും ജന്മജന്മാന്തരത്തോളവും പിന്തുടരും എന്നുള്ള ഭാരത സംസ്കൃതിയുടെ ദീപ്തമായ പാഠമാണ് സാമ്പന്റെ കഥയിലൂടെ ഭഗവാൻ പറഞ്ഞു നമുക്ക് തരുന്നത്, പറയാതെ പറഞ്ഞു തരുന്നത്. ഈ ദൂരേക്ക് വലിച്ചെറിഞ്ഞ അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ
ഇതിൻ്റെ മുസലത്തിൻ്റെ കഷണങ്ങളെല്ലാം അല്ലെങ്കിൽ തരികളെല്ലാം ചേർന്ന് കരക്കടിയുകയും ആ കരക്കടിഞ്ഞതിൽ നിന്ന് ഇരകപ്പുല്ലുകൾ ആർത്തു വളരുകയും ആ ഇരകപ്പുല്ലുകളൊക്കെ തന്നെ പരസ്പരം വിദ്വേഷമുണ്ടായിട്ട് സംഘടനത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളായി പരിണമിക്കുകയും ഏറ്റവും ഒടുവിൽ ഉരച്ചുരച്ച് പിന്നൊരു കഷണം വന്നപ്പോൾ മടുത്ത് സമുദ്രത്തിലേക്ക് വാരി എറിഞ്ഞു പോയ അല്ലെങ്കിൽ എറിഞ്ഞു കളഞ്ഞ ആ കഷണം വിഴുങ്ങിയ മീനിനെ മുക്കുവന് കിട്ടുകയും മുക്കുവൻ്റെ കയ്യിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ചെടുത്ത വേടന് അതിൻ്റെ കഷണത്തിൽ നിന്ന് തന്നെ എടുത്ത് സാക്ഷാൽ യാദവകുലനാഥനായ ഭഗവാനെ കൊല്ലാനുള്ള അമ്പായി അത് മാറ്റുകയും ഭഗവാനെ കൊല്ലണം എന്നല്ല ഉദ്ദേശം എങ്കിലും മരത്തിൽ കാലാട്ടി തനിക്ക് പോകേണ്ട സമയമായി എന്നറിയുന്ന സർവജ്ഞനായിട്ടുള്ള ഭഗവാന്റെ കാലിലേക്ക് തന്നെ അന്ധാരി ശാപത്താലും കൂടെ പോകേണ്ട സമയമായി എന്ന ധാരണയുണ്ടായിരുന്നു ഭഗവാന്. ആ കിളിയാണ്, കിളിയുടെ ചിറകാണ് എന്ന് ധരിച്ചു വേടൻ ആ കാലിലേക്ക്, മനോഹരമായ കാലിലേക്ക് അമ്പെയ്യുകയും സ്വയം എന്തിനും ഒരു ഒടുക്കമുണ്ട് എന്നത് ലോകരോട് തന്നെ നോക്കൂ, സമഭാവനയോടുകൂടി വേണം ജീവിതമെന്നും മരണമെന്നും ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്ന സംഘടനകളെയും കളിഭാവേന നോക്കിക്കാണേണ്ടതുണ്ടെന്നും സ്വന്തം ജന്മം കൊണ്ട് പറഞ്ഞു തന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് പല രീതിയിൽ യജ്ഞാചാര്യൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതും നമ്മളെല്ലാവരും അത് ശ്രവിച്ചതും ആ കഥയിലൂടെ നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് മുന്നേറാനുള്ള നമ്മുടെ പ്രയാണം ഇവിടെ സത്രവേദി അതിനായിട്ട് സന്നദ്ധമായതും. അപ്പോൾ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത് പോകാൻ നേരത്താണ്. അപ്പോൾ അർജുനന് പറഞ്ഞു കൊടുത്ത ഗീത മുമ്പിലുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ തന്നെയുണ്ട്. ആ ഗീതയുടെ ബാക്കി എന്നോണമോ അതിൻ്റെ ചാറ് എന്നോ എടുക്കാം. ഭാഗവതത്തിലെ ആദിപുരാണമായ ഭാഗവതത്തിൻ്റെ ഗീതയാണ് ഉദ്ധവ ഗീത എന്ന് തന്നെ പറയാം. അതിൻ്റെ സാരസർവസ്വം എന്ന് പറയാം. ഭഗവാൻ പറഞ്ഞതുകൊണ്ട് തന്നെ, ഭഗവാന്റെ നാവിൽ നിന്ന് വന്നതുകൊണ്ട് എന്ന അർത്ഥത്തിൽ തന്നെ ആ ഗീതയ്ക്ക് ഭഗവത്ഗീതയുടെ തത്തുല്യമായ സ്ഥാനം വരുന്നു. ഇത് കൃത്യമായി അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും അനുവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഭ്രാന്തനായി ഓടി നടന്ന ഉദ്ധവൻ യമുനാ തീരത്തിലൂടെയൊക്കെ ഭഗവാനെ കാണാതെ അല്ലെങ്കിൽ ഭഗവാൻ പോയി എന്നറിഞ്ഞ് കരഞ്ഞോടി എന്നാണ് കഥ. അതിനുശേഷം അദ്ദേഹത്തിന് സമഭാവനയോടെ ഈശ്വരനും ഞാനും രണ്ടല്ല എന്ന അദ്വൈത ദർശനത്തിലൂടെ ഒടുവിൽ ജീവിതത്തിൽ മോക്ഷം നേടാൻ സാധിച്ചു എന്നും കഥ പറഞ്ഞു തീർക്കുന്നുണ്ട്. അപ്പം അപ്രകാരം ഒരു രൂപപരിണാമം, മാനസികമായിട്ടുള്ള വ്യത്യാസം വരുത്താൻ ഉദ്ധവനെ സഹായിച്ച ഗീത ഉദ്ധവഗീത. ഏകാദശ സ്കന്ധത്തിലാണ് അതിൻ്റെ അവസാന ഭാഗവതത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക്. ഇനി അതിൻ്റെ ദൈർഘ്യം കേമമാണ്. 700-ൽ പരം ശ്ലോകങ്ങളുണ്ട്, ചെറുതല്ല. അതിനെ 1 മണിക്കൂറിലേക്ക് ഞാൻ എങ്ങനെ ചേർത്ത് വയ്ക്കും എന്നുള്ളത് ഭഗവത് കാരുണ്യത്താൽ നടക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. 7 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളാണ്. ഏകദേശം 22 അധ്യായത്തിൽ വ്യത്യസ്ത രൂപത്തിൽ സങ്കീർണമായ, അതിസങ്കീർണമായ തത്വശാസ്ത്രങ്ങളാണ് ഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനകത്ത് നിന്ന് സുലളിതമായി കഥാരൂപേണ പറഞ്ഞു വെച്ചിരിക്കുന്നത് മാത്രം കോർത്തൊന്ന് ചേർക്കാമെന്നുള്ള ഏറ്റവും എന്താ പറയുക സാഹസികമായ കൃത്യത്തിനാണ് ഞാൻ മുതിരുന്നത് എന്ന ധാരണയും എനിക്കുണ്ട്. ഈ സന്ദേശത്തിനെ, ഉദ്ധവഗീതയെ ഭഗവാന്റെ വിടവാങ്ങൽ സന്ദേശമായിട്ടും കൂടി എടുക്കാം. അപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ജീവിതത്തിൽ ഉടനീളം ഭഗവാനെ സമ്പൂർണ്ണ അവതാരം എന്ന് ഞാൻ സ്മരിക്കുന്നത്, അല്ലെങ്കിൽ ധാരാളം ഭക്തർ സ്മരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. ഭാരതം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ അവതാരങ്ങൾ ജനിക്കുമ്പം ഭഗവാന്മാരായിട്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നതിനും അപ്പുറം ഗംഭീരമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെയെല്ലാം വളരെ സമഭാവനയോടെ നേരിടുകയും അതിലെല്ലാം അല്പം പോലും ധർമ്മത്തിൽ നിന്ന് മാറാതെ നിന്നു എന്നതാണ് സാധാരണക്കാരായിട്ടുള്ള ജന്മങ്ങളെ അവതാരങ്ങളാക്കുന്നത് എന്ന കഥ കൂടിയുണ്ട്. ഒന്ന് നോക്കിയാൽ നമുക്ക് ശ്രീരാമചന്ദ്രദേവൻ്റെ കഥയോ ശ്രീകൃഷ്ണൻ്റെ കഥയോ എടുത്താൽ അവർ അവതാരങ്ങളാണ്. അവർക്ക് തീർച്ചയായും ദൈവികമായിട്ടുള്ള അനവധി ശക്തികളുണ്ട്. പക്ഷേ ഈ ശക്തികളൊന്നുമല്ല അവരെ അവതാരമാക്കി നമ്മുടെ മുമ്പിലെല്ലാം പ്രതിഷ്ഠിതമാക്കുന്നത്. മറിച്ച് ജീവിതത്തിലുടനീളം ശ്രീകൃഷ്ണ ഭഗവാന്റെ എടുത്തു നോക്കിയാൽ 54 വധശ്രമങ്ങളെയാണ് അദ്ദേഹം ജനിച്ച സമയം തൊട്ട് നേരിട്ടത്. 54, 1ഉം 2ഉം അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറുകുട്ടിയായിരിക്കുമ്പോൾ പെറ്റമ്മയുടെ മുലപ്പാൽ നിഷേധിക്കപ്പെടുക വരെ അതുപോലൊരു ഭീകരമായിട്ടുള്ള ദുഃഖം ഒരാൾക്കും വരാനില്ല. ജനിച്ചത് തടവറയിൽ, അമ്മയുടെ മുലപ്പാൽ നിഷേധം, അച്ഛന് തന്നെ രാമാനം ഓടി രക്ഷപ്പെടേണ്ടി വന്നു കുഞ്ഞിനെയും കൊട്ടയിൽ വെച്ചുകൊണ്ട്. എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ നടന്നുവെന്നും കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി എങ്ങനെയാണ് മുഴുവൻ പ്രകൃതിയും ഒരുങ്ങി നിന്നത് എന്നും നാം കണ്ടു. പക്ഷേ അതൊന്നും വസുദേവരുടെയോ ഇദ്ദേഹവുമായി ബന്ധിതമായിട്ടുള്ള നല്ല വ്യക്തികളുടെയോ ജീവിതത്തിലുള്ള ഉണ്ടാക്കിയ ദുഃഖത്തിൻ്റെ തോത് കുറയ്ക്കുന്നില്ല.
ഇനി മറ്റൊരു ഗൃഹത്തിൽ ചെന്നു. ആ ഗൃഹത്തിൽ ആ കൊച്ചമ്മ അമ്മയോളം തന്നെയോ അമ്മയെക്കാളുമോ അടുപ്പത്തോടെ നിന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സ്ത്രീകളുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം. നരകാസുരൻ്റെ കൊട്ടാരത്തിൽ 16,000 സ്ത്രീകളെ അടക്കി വെച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് നാം പലയിടത്തും കേൾക്കുന്നതാണ്, പെണ്ണിനെ, ഒരു നാടിനെ കീഴടക്കാൻ, ഒരു സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ ആദ്യം ചെയ്യാവുന്നത് പെണ്ണിന് നേരെയുള്ള അധിനിവേശമാണ്. അത്തരമൊരു അധിനിവേശം നടക്കുമ്പോൾ ആണാകട്ടെ, അവിടെ പിറന്നു വീഴുന്ന കുട്ടികളാകട്ടെ, ആ സംസ്കൃതിയാകട്ടെ ഇല്ലാതെയായി പോകുന്നു എന്ന് ഏറ്റവും നല്ല നേർ സാക്ഷ്യം നമ്മുടെ നാട് തന്നെയാണ്, ഭാരതം തന്നെയാണ്. ഒരു നാടിനെ ഇല്ലാതെയാക്കണമെങ്കിൽ അവിടുത്തെ സ്ത്രീയുടെ മേൽ കടന്നാക്രമണം മാത്രം നടത്തിയാൽ മതി, നട്ടല് തകർക്കാൻ പറ്റും എന്ന് അധിനിവേശങ്ങൾ ഭാരതത്തെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ നാട് നിവർന്നു നിൽക്കുന്നുവെങ്കിൽ അത് ഭാഗവതം പോലുള്ള 18 പുരാണങ്ങളും 4 വേദങ്ങളും, അത്ര തന്നെ 18 ഉപനിഷത്തുകളും അനവധി ശാസ്ത്രങ്ങളും സ്മൃതികളും ഒക്കെ ചേരുന്ന ഗംഭീരമായ ഭഗവാനും ഭക്തനും ഒന്ന്, ആ പരമാത്മാവും ജീവാത്മാവും ഒന്ന് എന്നുള്ള ഗംഭീരമായിട്ടുള്ള തത്വസംഹിതയുടെ സാരസർവസ്വം പൂർവ്വസൂരികൾ കടഞ്ഞെടുത്ത് എനിക്കും നിങ്ങൾക്കും അമൃതത്തുള്ളികളായി വാരി വിതറി എന്നതുകൊണ്ട് മാത്രമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ സത്രവേദിയിലും കേൾക്കുന്ന കഥകളെല്ലാം നമ്മുടെ വളഞ്ഞുപോയ, ഒടിയാൻ പാകമായി പോയ നട്ടലിനെയൊക്കെ ഒന്ന് നിവർത്തി നിർത്താൻ വേണ്ട ശക്തി നമുക്ക് ലഭിക്കുന്ന ഇടങ്ങളുമാകട്ടെ സത്രവേദികൾ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഒരു നമ്മുടെ മഹത് വ്യക്തികൾ പറഞ്ഞു നിർത്തിയ കഥകൾ മുഴുവൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ടവർ ആചരിച്ചത്, നരകാസുരൻ്റെ കൊട്ടാരത്തിലെ 16,000 സ്ത്രീകൾ എന്ന് പറയുന്നതിനെ ലൈംഗിക അടിമകൾ എന്നോണം അസുരൻ അവരുടെ നേരെ കടന്നാക്രമണം നടത്തിയപ്പോൾ അവിടെ നിന്ന് അസുരനെ കൊന്നിട്ട് അവരെ അവിടെ നിന്ന് രക്ഷിച്ചു. ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തത്. രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സനാഥമാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം ഭാര്യയാക്കുക എന്നല്ല. പക്ഷേ അതിന് കഥയ്ക്കൊരു തലം അങ്ങ് കൊടുത്തിട്ട് സ്ത്രീജിതനായി ഭഗവാനെ അങ്ങ് കൽപ്പിച്ചു വെച്ചു. 16,008 ഭാര്യമാർ എന്നൊക്കെ ഒരു പേരും കൊടുത്ത്, എന്ത് ശ്രീകൃഷ്ണൻ, കണ്ണൻ എന്നൊക്കെ പറയുന്നതിനോട് ചേർത്ത് സ്ത്രീ വിഷയത്തിൽ ലംബടനാണ് എന്നും കൂടെ ഒരു ചേർച്ച വെച്ചു കൊടുത്തു. ഈ അപവാദമൊന്നും ഭഗവാന്റെ തൊലിപ്പുറത്ത് സ്പർശിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം പുലർത്തിയ പുഞ്ചിരി മാത്രം തെളിവ്. ഇനി അതിനുമൊക്കെ അപ്പുറമോ സത്രാജിത്തിൻ്റെ മണി കാണാതെ പോയി, സെമന്തകം നഷ്ടമായി എന്ന് പറഞ്ഞ് പെരുങ്കള്ളൻ എന്നൊരു പേരും, കാട്ടിനകത്ത് നിന്ന് അത് കണ്ടെടുത്ത് സത്രാജിത്തിനെ കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല. കള്ളൻ എന്ന പേര് അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ജീവിതത്തിലുടനീളം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി കൗരവരെയും പാണ്ഡവർക്കും ഇടയിൽ എത്ര നടന്നു എന്നറിയില്ല. കൃഷ്ണദൂത് എന്ന് തന്നെ ഒരു വ്യാഖ്യാനമുണ്ട്. യുദ്ധമരുതേ എന്ന് പറയുകയും യുദ്ധത്തിൽ താൻ പക്ഷം പിടിക്കില്ല എന്ന് ഉറപ്പുവെച്ചുകൊണ്ട് തന്നെ ഞാൻ ശസ്ത്രമെടുക്കില്ല എന്ന് ശപഥം ചെയ്തിട്ടും യുദ്ധക്കൊതിയൻ എന്ന പേര് ഗാന്ധാരിയുടെ നാവിൽ നിന്ന് തന്നെ വന്നു, പലരുടെയും നാവിൽ നിന്ന് തന്നെ വന്നു. ശാപം ഉണ്ടായി. കണ്ണുകെട്ടിയ അമ്മയാണ് അമ്മയുടെ കുട്ടികളുടെ മരണത്തിന് അല്ലെങ്കിൽ നാശത്തിന് കാരണമെന്ന് ഉറക്കെ പറയാൻ ശ്രീകൃഷ്ണ ഭഗവാന് പറ്റാത്ത വിധം ഗാന്ധാരി ശാപം അദ്ദേഹത്തിൻ്റെ മേളിൽ വന്നു. ഈ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് അറിയാം എങ്കിൽ പോലും മുഖം കുനിച്ച് ആ പതിവ്രത രത്നത്തിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് തന്നെ ആ ശാപം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ സമ്പൂർണ്ണ അവതാരം എന്ന ഘട്ടം എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. ഗന്ധമാദന പർവ്വതം എടുത്ത് ഉയർത്തിയ ഗോവർദ്ധന പർവ്വതം എടുത്ത് ഉയർത്തിയ കഥ തന്നെ ഇക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് സിസ്റ്റം, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിവാദം വെച്ചിട്ട് ദേവേന്ദ്രനെ അല്ല ഭജിക്കേണ്ടത്, പകരം ചെറുവിരലിൽ ഒരു പർവ്വതം ഉയർത്തിയിട്ട് കുടയായി നിർത്തേണ്ടത് പർവ്വതമാണ് എന്ന് നാട്ടിൽ മുഴുവൻ തേരാപ്പാര ഓടുന്ന JCBകളുടെ നേരെ വിരൽ ചൂണ്ടി ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? പർവ്വതത്തിനെ ഭജിക്കണമെന്നാണ് കേട്ടോ, പർവ്വതത്തിനെ ഇല്ലായ്മ ചെയ്യണമെന്നല്ല എന്ന് വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത്. കാളിയമർദ്ദനം കേമമായി നടത്തിയിട്ട് കാളിയൻ്റെ ദർപ്പമടക്കാൻ കാളിയൻ്റെ മേൽ നൃത്തം ചെയ്ത്, ഭണത്തിന് മേൽ നൃത്തം ചെയ്ത് കാളിയനെ ഇല്ലാതെയാക്കുകയല്ല ഭഗവാൻ ചെയ്തത്. മറിച്ച് കാളിന്തി നദിയെ നീ മലിനമാക്കിയെങ്കിൽ ആ മാലിന്യം മുഴുവൻ തിരിച്ചു വലിച്ച് കുടിച്ച് ആ നദിയെ സംശുദ്ധമാക്കിയിട്ട് കാളിയന് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളെയെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഇല്ലാതെയാക്കുമ്പോൾ വീണ്ടും ഭഗവാൻ ചെറുവിരൽ എൻ്റെയും നിങ്ങളുടെയും നേരെ നീട്ടുന്നുണ്ട് കേട്ടോ. നീ കാളിയനാണോ കണ്ണനാണോ എന്ന ചോദ്യം.
അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഭാഗവതമുടനീളം ഭഗവാന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ നിങ്ങൾ കേട്ട് വരുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടക്കുന്നു. അപ്പോൾ ജീവിത സാര സർവസ്വം എന്ത് എന്ന് സ്വജീവിതം കൊണ്ട് കാട്ടിത്തന്ന ഭഗവാൻ ഉപദേശ രൂപേണ പറയുന്ന ഉദ്ധവഗീത തീർച്ചയായും തത്വജ്ഞാനം കടഞ്ഞെടുത്ത അമൃത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രധാനമായും ഉയർത്തിക്കാട്ടുന്ന വാദം ആത്മസാക്ഷാത്കാരത്തിനെ പറ്റിയാണ്. ഭാരതീയരായ നാം, അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതിയിൽ തിരിച്ചറിയേണ്ട ഒന്ന്, ഭൗതികതയും ആധ്യാത്മികതയും നമുക്ക് രണ്ടല്ല. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് യജ്ഞം. ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് എന്നും ദൈനംദിനം ചെയ്യാം. നമ്മൾ വിചാരിക്കുന്ന യജ്ഞം എന്ന് പറയുന്ന ഒരു ഇടമാണ്, അവിടെ ഒരു ഹോമകുണ്ഡം ഒരുക്കണം, അവിടേക്ക് ഹവിസായി നെയ്യിടണം. എൻ്റെ വീട്ടിൽ ഞാനൊന്ന് അടുപ്പ് കൂട്ടി അതിനകത്തേക്ക് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ആദ്യത്തെ അരിയിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുകയോ അത് വിതരണം ചെയ്യുന്നത് പ്രസാദ രൂപത്തിൽ ആകുമ്പോൾ ഞാൻ എന്ന് പറയുന്ന കേവല വ്യക്തി അവിടെ ഹോത്രിയായി മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഗംഭീരമാണ് നമ്മുടെ സിദ്ധാന്തങ്ങൾ. അപ്പൊ അങ്ങ് ദൂരെ എവിടെയെങ്കിലും പോയി അങ്ങനെ ഇരിക്കുന്ന അതല്ല ഭഗവാൻ. നീ തന്നെ ഭഗവാനാകുന്ന ക്രമം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അഹം ബ്രഹ്മം എളുപ്പമല്ല, പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോഴാണ് ശിവനെ കാണാകും ശിവശംഭു എന്ന് പറയുന്നത്. ഷഡാധാരങ്ങൾ അല്ലെങ്കിൽ ഷഡ്ചക്രങ്ങളാകുന്ന മൂലാധാരത്തിൽ നിന്ന് സഹസ്രാര പത്മത്തിലേക്കുള്ള പ്രയാണം നടത്തണമെങ്കിൽ ധ്യാനരൂപേണ യോഗരൂപേണ നിന്റെ ജീവിതം ആചരിക്കേണ്ടതുണ്ട് എന്ന് ഓരോ തത്വസംഹിതയും എന്നോടും നിങ്ങളോടും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ആത്മസാക്ഷാത്കാരം നേടണം എന്നുണ്ടെങ്കിൽ നീ ഭഗവാനായി പരിണമിക്കണം. ഭഗവാനായി പരിണമിക്കുന്നത് അത്ര എളുപ്പമല്ല. ഭഗവാൻ പറയുന്ന വാദങ്ങൾ, ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങൾ കൃത്യമായി തന്നെ ജീവിതത്തിൽ ആചരിച്ചാൽ മതിയാകും എന്നത് ഒരു വലിയ പാഠമാണ്. യാദവർ അഹങ്കാരികളാണെന്നും എപ്പോഴൊക്കെ ഭൂമിയിൽ തിന്മ ഉണ്ടാവുന്നോ ആ തിന്മയെ ഇല്ലാതെയാക്കാനാണ് ഞാൻ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞത് തന്നെ സ്വകുടുംബത്തിലെ അഹങ്കാരത്തിനെ ഇല്ലാതാക്കാനും കണ്ണടച്ച് തന്നെ അതൊക്കെ നടക്കും കേട്ടോ ഉദ്ധവരെ. നീ സങ്കടപ്പെടണ്ട, അടുത്ത നിമിഷം ഇനി നടക്കാൻ പോകുന്നത് അവിടെ എല്ലാം ദുരന്തങ്ങളാണ്, ആർക്കും അവിടെ നിന്ന് അവരെ രക്ഷിക്കാൻ സാധിക്കുകയുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം അഹങ്കാരം എന്ന് പറയുന്നത് അസുരന്മാർക്ക് മാത്രം പറഞ്ഞിരിക്കുന്നതല്ല, മനുഷ്യർക്ക് തന്നെയും അല്ലെങ്കിൽ സദ്വൃത്തന്മാരായിട്ടുള്ള ആളുകൾ പോലും ആവശ്യമില്ലാതെ ഇടപെടലുകൾ നടത്തുകയും ഭഗവത് വചനങ്ങളിൽ നിന്ന് വാചകങ്ങളിൽ നിന്ന് വചനങ്ങളിൽ നിന്ന് മാറിയാൽ തീർച്ചയായും നമുക്ക് നാശം ഫലം എന്ന് യാദവകുലം ഉന്മൂലനമാകുന്നത് ഭഗവാൻ ഉറക്കെ ഉദ്ധവനോട് പറയുന്ന ഭാഗത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദ്വാരകയെ കടലെടുക്കുമെന്നും സമസ്ത യാദവരും തമ്മിലടിച്ചു തന്നെ ഇല്ലാതെയാകുമെന്നും പറയുന്നുണ്ട് ഭഗവാൻ അന്തർധാനം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ്. ഇനി വരാൻ പോകുന്നത് എനിക്ക് ശേഷം അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് കലിയുഗമാണെന്നും ആ കലിയുഗത്തിൽ ജീവിത ആത്മസാക്ഷാത്കാരത്തിന് പ്രാർത്ഥന നാമജപം തന്നെയാണ് ഏറ്റവും കേമം എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് തീർച്ചയായും സന്താനഗോപാലമെല്ലാം ജ്ഞാനപ്പാനയൊക്കെ സ്വീകരിച്ച സാക്ഷാൽ പൂന്താനം നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. സ്തുതിക്കേണ്ടത് ഭഗവാനെയാണ്. നാമജപം പ്രതിദിനം അവനവൻ്റെ ജീവിതത്തിൽ അർച്ചനാരൂപേണ തന്നെ സംഭവിച്ചാൽ കിട്ടുന്നത് ആത്മസാക്ഷാത്കാരം തന്നെയാണ്. 3 തരം യോഗയെപ്പറ്റി ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ പറഞ്ഞതുപോലെ തന്നെ. അതിൽ ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഭക്തിയോഗം നമുക്കറിയാം, ലളിതമായിട്ടുള്ള ഒരു കാര്യം പറയാം. സന്ധ്യാ നേരത്ത് നട അടച്ചിരുന്നാൽ ദീപാരാധന സമയമാണെങ്കിൽ ഞാനും നിങ്ങളും സാധാരണ ചെയ്യുന്നത് ഭഗവാനെ എന്ന് വിളിച്ചാൽ പിന്നെ ആദ്യം കണ്ണടയ്ക്കുക എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടുന്നോ എങ്ങനെയോ കിട്ടിയിരിക്കുന്നതാണ്. നമ്മുടെ ഒരു ധാരണ എങ്ങനെയാണ്? പഠിപ്പിക്കുന്ന കൃത്യമായ ഇടങ്ങൾ നിർഭാഗ്യവശാൽ സനാതനധർമ്മ വിശ്വാസികൾക്ക് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ആമ എങ്ങനെയാണോ തൻ്റെ തോടിനുള്ളിലേക്ക് വലിയുന്നത് അപ്രകാരം 5 ഇന്ദ്രിയങ്ങളെയും കേന്ദ്രമാക്കി നിർത്തിയിട്ട് ഒടുവിൽ 6ാം ഇന്ദ്രിയത്തിലേക്ക് ആ 5 ഇന്ദ്രിയങ്ങളെയും അകത്തേക്ക് തോടിനുള്ളിലേക്ക് വലിച്ചിട്ട് 6ാം ഇന്ദ്രിയമാകുന്ന മനസ്സിനെ തെളിക്കണം. ഇതാണ് ധാരണ. ഈ ധാരണ നമുക്കാരും പറഞ്ഞു വെക്കാത്തത് കൊണ്ട് ഒന്ന് ആലോചിച്ചാൽ അറിയാം. ദീപാരാധന സമയമാണെങ്കിലും പ്രസന്ന പൂജ സമയമാണെങ്കിലും എങ്ങനെയാണെങ്കിലും നട അടയ്ക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് നട അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് കണ്ണ് തുറന്നു തന്നെ വെക്കണം. നട അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ നട ഒന്ന് തുറക്കുമല്ലോ ദീപാരാധന സമയത്ത്, അപ്പോഴും കണ്ണ് തുറന്ന് തന്നെ വെക്കണം. നമ്മുടെ ഭാഗ്യവശാൽ നമ്മുടെ കേന്ദ്രങ്ങളെല്ലാം ക്ഷേത്ര ഇടങ്ങളെല്ലാം നിറയെ വിളക്കുകൾ കൊണ്ട് നിറച്ചാണിരിക്കുന്നത്. അപ്പം ആ വിളക്കിൽ നിന്ന് കിട്ടുന്ന ഊർജം തിളക്കമായി തന്നെ കണ്ണുകളിൽ കൊണ്ട് ആഗീരണം ചെയ്യണം. അവിടെ കേൾക്കുന്ന മണിയടികൾ, ഉറക്കെയുള്ള നാമജപങ്ങൾ, അതെല്ലാം നമ്മുടെ ചെവി എന്ന് പറയുന്ന 2ാമത്തെ ഇന്ദ്രിയത്തെ സമ്പന്നമാക്കണം. അവിടെ ഉണ്ടാകുന്ന ധൂപങ്ങളുടെ മണം, പൂക്കളുടെ മണം, അതെല്ലാം 3ാമത്തെ ഇന്ദ്രിയത്തെയും ധന്യമാക്കണം.
അവിടെ ഉണ്ടാകുന്ന ചൂട്, ആ ചൂട് നമ്മുടെ തപം ചെയ്ത് നമ്മുടെ സ്കിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊലി എന്ന് പറയുന്ന അടുത്ത ഇന്ദ്രിയത്തെ ത്രസിപ്പിച്ചിട്ട് നമ്മുടെ മേളിലേക്ക് തളിക്കുന്ന ജലമുണ്ടല്ലോ, പൂജാരി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേളിൽ തളിക്കുമ്പോൾ ഇതെൻ്റെ പുത്തൻ സാരിയാണ്, എൻ്റെ കുപ്പായത്തിലേക്ക് വീഴല്ലേ എന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് അത് ശരീരത്തിലേക്ക് സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇത്തരം ഒരു മാറ്റം, താപത്തിൻ്റെതായിട്ടുള്ള മാറ്റം ശരീരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുന്ന വലിയ ഇന്ദ്രിയത്തെ സമ്പന്നമാക്കും. അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ, ഞാനിവിടെ കയറി വന്നപ്പോൾ ഇവിടെ അനൗൺസ്മെൻറ്റ് കേട്ടത് പ്രസാദം വാങ്ങിയിട്ട് പോകണമെന്ന്, പായസം ശരിയാണ് എന്ന് പറഞ്ഞത്. അപ്പോഴൊക്കെ പോകുന്നതുമൊക്കെ വരവു പോക്കുകളുടെയൊക്കെ ഒരു 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 ശബ്ദമുണ്ടല്ലോ, ജീവിതം പോലെ തന്നെ. പറഞ്ഞു വന്നത്, ആറാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന പായസം പോലുള്ള അല്ലെങ്കിൽ തീർത്ഥം ലഭിക്കുന്നതെല്ലാം നാവ് എന്ന് പറയുന്ന അഞ്ചാമത്തെ ഇന്ദ്രിയത്തെ ത്രസിപ്പിക്കുമാറ് സ്വീകരിക്കുക. ഇനി സ്വീകരിച്ച് കഴിഞ്ഞിട്ട് അത് നിറച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണ്ണടയ്ക്കുക, ചെവി അടയ്ക്കുക, ത്വക്കടയ്ക്കുക. ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ നമുക്ക് അടയ്ക്കാനും അമർത്താനും അച്ചടക്കത്തോടുകൂടി ഉള്ളിലേക്ക് വലിയാനും സാധിക്കുമോ അതെല്ലാം ചെയ്തു കഴിഞ്ഞ് തീർച്ചയായും അപ്പോഴാണ് ആറാം ഇന്ദ്രിയം തുറക്കേണ്ടത്. ഇതാദ്യമേ പോയി അങ്ങ് കണ്ണടച്ചാൽ പിന്നെ പോയി. അപ്പം അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള പഠനങ്ങൾ ഇതെല്ലാം. ഇനി പ്രദക്ഷിണത്തിന് കൃത്യമായി തന്നെ പൂർവ്വസൂരികൾ പറയുന്നുണ്ട്, തലയിൽ ഒരു കുംഭം ഉണ്ട്, ആ കുംഭം നിറയെ എണ്ണയുണ്ട് എന്ന് സങ്കല്പിക്കുക. തുളുമ്പെ ഇതെങ്ങനെയാണോ ഒരു തുള്ളി പോലും നിലത്ത് വീഴാതെ ചുറ്റും പിന്നെ നമ്മളൊന്ന് ഭഗവാനെ ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കേണ്ടത് അത്ര ശ്രദ്ധാപൂർവം വേണം എന്നാണ്. ഇതാണ് നിഷ്ഠ. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എങ്ങനെ ചെയ്താലും ഫലമാണ്. എന്നാൽ കൃത്യമായ ആചാര പദ്ധതികളോടുകൂടി ചെയ്താൽ കൂടുതൽ പുണ്യം. അത്രയേ ഉള്ളൂ. അങ്ങനെ ഓർക്കണം, ഭയക്കരുത്. കാരണം ഹൈന്ദവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച് പല കാര്യങ്ങളും അറിയാൻ പറ്റാത്തത് കൊണ്ട് പലരും ഭയപ്പെടുത്തി നമുക്കിത് ചെയ്യാമോ എന്നുള്ള ഭയത്തിലാണ് നിൽക്കുന്നത്. കണ്ടമാനം അധിനിവേശങ്ങൾക്കൊക്കെ ശേഷം ഇപ്പോഴും ഭയം ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്, ഗായത്രി മന്ത്രം രാവിലെ ചൊല്ലാൻ പാടുണ്ടോ, സന്ധ്യയ്ക്ക് ചൊല്ലണമോ, 12 ചൊല്ലാമോ, 14 ചൊല്ലാമോ, തിരിഞ്ഞു നിന്ന് ചൊല്ലാമോ, കിഴക്കോട്ട് തന്നെ തിരിക്കണ്ടേ? ചൊല്ലാം. എപ്പോഴൊക്കെ ചെയ്യാൻ തോന്നുന്നോ അപ്പോഴൊക്കെ ചെയ്യൂ. എന്നാൽ കൃത്യമായ ആചാര പദ്ധതികളോടുകൂടി തന്നെ ചെയ്താൽ ഫലം കൂടും. അത്രയേ ഉള്ളൂ. നമുക്ക് ഫലം ഉണ്ടാവും, അല്ലാതെ നിഷ്ഫലമായി പോവില്ല. കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം ഗായത്രി മന്ത്രം കൃത്യമായും വികലമായ ഉച്ചാരണത്തോടെ ചൊല്ലി അതിൻ്റെ മെച്ചമല്ല അവർ കൊയ്യുന്നുണ്ട്. ഇത് ജനിച്ച ഭൂമിയിലെ നമുക്ക് ഇത് ചൊല്ലാൻ അറിയില്ല, ഭയപ്പെടുത്തി നമ്മളെ ചൊല്ലാതെ വെച്ചിരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്നതും ഓർക്കേണ്ടതുണ്ട്. ഹരേ രാമ എന്ന് 100 തവണ, 108 തവണ, 1000 തവണ നിൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, കുളിക്കുമ്പോൾ ഒക്കെ ചെല്ലണം. ചൊല്ലിക്കോളൂ, തെറ്റൊന്നുമില്ല. ഭയം ഉണ്ടാവരുത്. ഈ ഭയം ഇല്ലാതെയാക്കണം എന്നുള്ളത് തന്നെയാണ് ഭാഗവതത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള ധർമ്മവും. ഉദ്ധവനോട് പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. എപ്രകാരമാണ് നിർഭയനായി നീ മാറുക, മോക്ഷപ്രാപ്തിയിലേക്ക് നീ എത്തുക. ഉദ്ധവന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഉദ്ധവ ഉപദേശത്തിൽ ഉടനീളം ഭഗവാൻ പറയാതെ പറഞ്ഞു വയ്ക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ശരീരം എന്ന് പറയുന്നതിനെ ക്ഷേത്രമായിട്ടും ശരീരത്തിനകത്തെ ആത്മാവ് എന്ന് പറയുന്നതിനെ ക്ഷേത്രത്തിനുള്ളിലെ മൂർത്തിയായും സങ്കല്പമുണ്ട്. ഈ സങ്കല്പം ഉടനീളം ഭഗവത്ഗീതയിലാണ് പ്രമുഖമായി നിൽക്കുന്നെങ്കിലും ഇവിടെയും ഉദ്ധവർക്ക് അതിൻ്റെ രൂപം കൊടുക്കുന്നുണ്ട്. എപ്രകാരമാണ് ഇത് ശുദ്ധമായി നിൽക്കേണ്ടത്? ഇതിൻ്റെ ശുദ്ധി, ബാഹ്യശുദ്ധി ആന്തരിക ശുദ്ധിയിലേക്ക് വഴി തെളിക്കും എന്ന് പറയുന്നുണ്ട്. മഹായജ്ഞം എന്ന് പറയുന്ന 5 യജ്ഞങ്ങളുണ്ട്. അത് ഏത് ഗൃഹസ്ഥാശ്രമിക്കും ഏത് വ്യക്തിക്കും അനുവർത്തിക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു പൂജാമുറി ഉണ്ട് എങ്കിൽ, വേണ്ട ഒരു പടമുണ്ടെങ്കിൽ, അതിനു മുമ്പിൽ ഒരു വിഗ്രഹമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സങ്കല്പത്തിൽ വിളക്ക് വെക്കുന്ന ഇടം എന്ന് തന്നെ വെക്കൂ. അവിടെ നാം എന്തെല്ലാം ജപിക്കുന്നോ, അവിടെ എന്തെല്ലാം പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ നിൽക്കുന്നോ, എങ്ങനെ വിളക്ക് കൊളുത്തുന്നോ, ഇതെല്ലാം യജ്ഞം തന്നെയാണ്. അത് ബ്രഹ്മയജ്ഞമായി മാറുന്നു. ഈ ബ്രഹ്മയജ്ഞം നേരെ ക്ഷേത്ര പരിസരത്തിലേക്ക് മാറുമ്പോൾ അത് ദേവയജ്ഞമായി മാറുന്നു. ഇഷ്ടമുള്ള ദേവതാസങ്കല്പത്തിന് മുമ്പാകെ അനുവർത്തിക്കുന്ന എന്തൊക്കെയാണോ ബ്രഹ്മയജ്ഞം നാം ചെയ്തത് അതെല്ലാം ദേവയജ്ഞമായി മാറുന്നു. ഇനി അതിനുമൊക്കെ അപ്പുറം അതിഥി യജ്ഞം എന്നുണ്ട്. തിഥി അറിയിക്കാതെ, സമയം അറിയിക്കാതെ വീട്ടിലേക്ക് വന്നു ചേരുന്നു എന്നതുകൊണ്ട് അതിഥി ദേവോഭവ എന്ന്
പ്രകീർത്തിച്ചവരാണ് നാം. അറിയാതെയെങ്കിലും എന്തെങ്കിലും തെറ്റ് അതിഥിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ, പൊറുക്കാനാവാത്ത പാപങ്ങൾ എന്തെങ്കിലും അറിയാതെ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അപ്രകാരമുള്ള പ്രായശ്ചിത്തം ചെയ്യുകയോ, അതിഥിയായി കുടുംബത്തിൽ വന്നു ചേരുന്ന ആൾക്ക് പൂജാരൂപേണ തന്നെ ആ ആളുമായി ഇടപെടുകയോ ചെയ്താൽ തന്നെ അത് യജ്ഞമായി മാറി എന്ന് പറഞ്ഞു വെക്കുന്നു. പിന്നെ പിതൃയജ്ഞം പറയേണ്ടതില്ല. കർക്കിടക വാവിനെ പറ്റിയും വാവും നാളും കറുത്ത വാവിൻ്റെ ദിവസങ്ങളും ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഒരു കാകൻ ഒരു ഉരുള ചോറ് വെച്ച് കൊടുത്ത് തീരുന്നതല്ല നമ്മുടെ പിതൃസങ്കല്പം. കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോൾ നാം പിതൃക്ക് വേണ്ടിയായിട്ട്, കണ്ടിട്ടുള്ള ആളല്ല കേട്ടോ, കണ്ടിട്ടുള്ളവർ മാത്രമല്ല, അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മുമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും മാത്രമല്ല, നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് അറിയാൻ പറ്റില്ലാത്ത ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയവരെ എല്ലാം പിതൃസമാനമായി കാണാൻ പറ്റുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു സംസ്കൃതിയാണ് നമ്മളുടേത്. ആ പിതൃവിനെ സങ്കല്പിച്ചുകൊണ്ട് എന്ത് ചെയ്താലും കുടുംബത്തിൽ മിക്കവാറും മുതിർന്ന ആൾക്കാരുള്ള കുടുംബങ്ങളിൽ അതൊരാചാരമായി തന്നെ ചെയ്യാറുണ്ട്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് പിതൃന് വേണ്ടി തന്നെ ലേശം ജലം അവിടെ വെച്ചിട്ട് പോവും. പിതൃ രാത്രി ഇങ്ങനെ ഓടി നടക്കുമെന്നും നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുണ്ട് എന്നും, അങ്ങനെ വരുമ്പോൾ അതിന് ദാഹം വെക്കുക എന്നൊരു ചൊല്ലും കൂടെ ഉണ്ട്. അതായത് വേണ്ട ജലം കിട്ടാതെ പോകരുതെന്ന്. ഇങ്ങനെ മരിച്ചുപോയവരെയും മൺമറഞ്ഞു പോയവരെയും ഇനി വരാനിരിക്കുന്നവരെയും എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന പൂർവികരുടേതായിട്ടുള്ള യജ്ഞത്തിനെ നമുക്ക് പിതൃയജ്ഞം എന്നുകൂടി പറയാം. പിന്നെ ഭൂതയജ്ഞം ആദികേമമാണ്, പഞ്ചഭൂത നിർമ്മിതമാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഈ സമസ്ത പ്രപഞ്ചവും എന്ന സങ്കല്പം. ഇനി ശേഷം ഗുരുക്കന്മാരെ 24 ഗുരുക്കന്മാരെ പറ്റി ഉദ്ധവനോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഭൂതത്തിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. എങ്കിലും ഈ പഞ്ചഭൂതം എന്ന് പറയുന്നതിനോട് നാം ചെയ്യുന്ന, അറിയാതെ അറിഞ്ഞ് ചെയ്യുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾക്കെല്ലാം വേണ്ട പ്രായശ്ചിത്തം ചെയ്യണം. കാരണം മണ്ണിൽ നിന്ന് നാം വരികയും മണ്ണിൽ നിന്ന് വളം നാം ഊറ്റിയെടുക്കുകയും, അതായത് ഭക്ഷണം നമുക്ക് കിട്ടുന്നത് മണ്ണിൽ നിന്നാണ്. ഇനി പല ജീവജാലങ്ങളും ഭൂമിയിലുണ്ട്. അത് വൃക്ഷമാണെങ്കിലും മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും ഇവയൊക്കെയും നാമും ഒന്ന് തന്നെ എന്ന് പിറന്നാളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിറന്നാൾ ഒരു നക്ഷത്രം, ദൂരെ നിൽക്കുന്ന നക്ഷത്രമാണ് നിന്റെ നക്ഷത്രം എന്ന് പറഞ്ഞു വെക്കുന്നുവെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ തോട് ചേർത്ത് പൂർവ്വസൂരികൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു പക്ഷിയുണ്ട് നിനക്ക്, ഒരു മൃഗമുണ്ട് നിനക്ക്, ഒരു വൃക്ഷമുണ്ട് നിനക്ക്, ഒരു ദേവതയുണ്ട് നിനക്ക്, നീ എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ്, എന്നിട്ട് നീയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം ഒന്നായിട്ടാണ് വയ്ക്കുന്നത്. അപ്പം നിൻ്റെ പിറന്നാൾ ദിവസം നീ ചെയ്യേണ്ടത് ഊതിക്കെടുത്തലല്ല, ഒരു വലിയ കേക്ക് മേടിച്ചോളൂ, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അതൊക്കെ 4 നിലയോ 8 നിലയോ ഒക്കെ വെച്ചാൽ കുഴപ്പമില്ല. അത് വെച്ച് അഭിഷേകം ചെയ്യാതിരുന്നാൽ മതി. കാരണം അന്നം ബ്രഹ്മം എന്ന് പഠിപ്പിച്ചതാണ് നമ്മുടെ തതി. അപ്പോൾ അത് മേടിച്ചു വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് ആ കൊളുത്തിയ വിളക്കിനെ എന്ന് ഊതിക്കെടുത്തുക എന്ന് പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അതൊരു ഇതര സംസ്കാരമാണ്. ഇപ്പം ഞാൻ അല്പം മുമ്പ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഒരമ്മ വന്ന് ഈ ഒരു പുഷ്പം കൊണ്ട് തന്നെ എങ്ങനെയാണോ ഇതിനെ അങ്ങനെ വേണം എന്നാണ് പറയുക. വെള്ളത്തിൽ എണ്ണയിലിട്ട് മുക്കിക്കൊല്ലരുത് എന്നും വീശിക്കെടുത്തരുതെന്നും, പുഷ്പം കൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി വേണം കെടുത്തണമെന്നും, കരിന്തിരിയുടേതായിട്ടുള്ള ദുർഗന്ധം എന്ന് പറയുന്നത് അനുസരിക്കാവുന്നതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പം നോക്കൂ, തെളിനാളം എന്ന് പറയുന്നതിനെ അറിവ് പോലെ, നന്മ പോലെ, ജീവിതം പോലെ, സൗഭാഗ്യം പോലെ, ശ്രേയസ് പോലെ മനോഹരമാക്കിയാണ് എപ്പോഴും നമ്മുടെ പൂർവ്വസൂരികൾ സങ്കല്പിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തമസോമാ ജ്യോതിർഗമയ എന്ന് പറയുന്നത്. ഇരുട്ട് നമ്മുടെ ഭാഷ്യമല്ല, തമസ് നമ്മുടെ ഭാഷ്യമല്ല. ആ തമസിൽ നിന്ന് എന്നെ പ്രകാശത്തിലേക്ക്, ജ്യോതിസിലേക്ക്, ജ്യോതിർഗമയ എന്നെ ഒന്ന് കൊണ്ടുപോകണേ. അങ്ങനെ ചെയ്യുമ്പോഴാണ് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്കും ഞാൻ ഗമിക്കുക എന്നുള്ള ഗംഭീരമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ മന്ത്രരൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 3 വരിയേ ഉള്ളൂ. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. എത്ര നേരം വേണമെങ്കിലും ചെല്ലാം. കാരണം ആർക്കും കുഴപ്പമുണ്ടാകുന്നതല്ല. തതി എന്ന് പറയുന്നത് വെച്ചിരിക്കുന്നത് ഈ മുഴുവൻ മനുഷ്യരെയും ഈ മുഴുവൻ മൃഗങ്ങളെയും ചരാചരങ്ങളെ ചേർത്തിട്ടാണ്. ഒരു മരം പോലും, ഒരു വൃക്ഷം പോലും, ഒരു അണു പോലും വേണ്ട. ചിലന്തിക്ക് ക്ഷത്രമുണ്ടാക്കിയിട്ട് ഉപാസനാ രൂപത്തിൽ ചെയ്യുന്നവരാണ് നാം. എല്ലാ 33 കോടി ദേവന്മാർക്കും വാഹനങ്ങളായിട്ട് ഈ പ്രകൃതിയിലുള്ള സകലതിനെയും ചേർത്ത് വെച്ചിട്ട് ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നവരാണ് നാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സമസ്തവും ഒന്ന്, അദ്വൈതം എന്ന ഗംഭീരമായിട്ടുള്ള സിദ്ധാന്തം നമുക്കുണ്ട് എന്നാണ്. അതിൽ നിന്ന് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സങ്കല്പമുണ്ട്. സമർപ്പണത്തിലൂടെയാണ് സായുജ്യം.
ഇത് കുടുംബത്തിൽ തീർച്ചയായും നാം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നിനക്ക് വളരണമോ, ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. നമുക്ക് വളരണം, വലുതാകണം, കേമാവണം, ഇങ്ങനെയൊക്കെ കൊതിയുള്ളവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയാണ്. അതിന് ചെയ്യാനുള്ള ഒരു ലുട്ടുളുടുക്ക് കുഞ്ഞു വിദ്യയുണ്ട്. നീ ഒരാളെ വളർത്തിയാൽ മതി. കുഞ്ഞിനെ കേമനായിട്ട് തന്നെക്കാളും വലുതാകണമെന്ന് കൊതിക്കുന്ന അമ്മ ശരിക്കും സ്വയം വളരുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ വളർത്തുമ്പോൾ, വളർത്തുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായ വളർച്ചയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുണ്ട്, അത് സ്വാഭാവികമായി നടക്കുന്നതാണ്. ആന്തരികമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമുണ്ടാക്കുമ്പോൾ അറിയാതെ നമ്മളും വളരും. അപ്പോൾ വളരണം എന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവരെ വളർത്തിയാൽ മതി. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ശോഷിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള വെള്ളവും വളവും കൊടുക്കാൻ നാം സന്നദ്ധരാകുമ്പോൾ അവിടെ നാം നടത്തുന്നത് പൂജയാണ്. സമർപ്പണം എന്ന് പറയുന്നതാണ് സാക്ഷാത്കാരം എന്ന് ഉദ്ധവനോട് പറയാതെ പറഞ്ഞു വെച്ചു കൊടുത്തിരിക്കുന്നു ഭഗവാൻ. ആ പറയുന്നതെല്ലാം എനിക്കും നിങ്ങൾക്കുമുള്ള ഉപദേശമായി തന്നെ കാണേണ്ടതുണ്ട്. ഇനി പ്രകൃതിയിൽ കാണുന്ന 24 ഗുരുക്കന്മാരെ പറ്റി കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് വായിച്ച് അല്ലെങ്കിൽ വേഗത്തിൽ പോകാം, അത് മാത്രമേ സമയം അനുവർത്തിക്കുന്നുള്ളൂ. എങ്കിലും അറിയേണ്ടതുണ്ട് ആരാണ് ഗുരു എന്ന്. എപ്പോഴും മഹത് ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് അമ്മയാണ് എന്നാണ്. അമ്മ, അതിനുശേഷം അച്ഛൻ, എന്നിട്ടാണ് പിന്നെ നാം യഥാർത്ഥ സന്ദീപനിയുടെ ആശ്രമത്തിലേക്ക് പോയ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ തൊട്ട് നമുക്കറിയാം. യഥാർത്ഥ ഗുരു, അകക്കണ്ണ് തെളിയിക്കുന്ന ഗുരു പിന്നാലെയാണ് വരുന്നത്. ഈ ഗുരുക്കന്മാരെ കണ്ട് ഒടുവിൽ നീ ഗുരുവായി തന്നെ പരിണമിക്കുന്നു എന്നുള്ള വലിയൊരു തത്വവും കൂടി പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഭാഗവതം. അതിൻ്റെ തുടക്കം തന്നെ ഗുരുക്കന്മാരെ പറയുന്നത് പഞ്ചഭൂതങ്ങളെയാണ് ആദ്യ ഗുരുക്കളായി വെക്കുക. പഞ്ചഭൂതത്തിലെ ആദ്യത്തെ പൃഥ്വിയിൽ നിന്നാണല്ലോ നാം ഉണ്ടാകുന്നത്, മണ്ണിൽ നിന്നാണല്ലോ നാം വരുന്നത് തന്നെ. അപ്പം ഈ പൃഥ്വി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം ക്ഷമയുടെ പാഠമാണ്. ഈ ക്ഷമ ഭൂമിയിൽ, അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴേക്കും കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് കൈകൂപ്പി അല്ലെങ്കിൽ കയ്യെ തന്നെ നോക്കിക്കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവതാസങ്കല്പത്തെ കാണുന്നതും, അതുപോലെ തന്നെ കാലിൽ നിലം തൊട്ട് വന്ദിച്ചിട്ട് തുടങ്ങുകയും ഇന്നത്തെ ദിവസം മുഴുവൻ അമ്മയെ അവിടുത്തെ ചവിട്ടി മെതിച്ച് ഞാൻ നടന്നു പോകുന്നു, അവിടുത്തോടാ ഞാൻ ചെയ്യുന്ന ആയിരക്കണക്കിന് പാപങ്ങളുമുണ്ട്, എന്നോട് ക്ഷമിക്കണേ, അതത്രയും കുറയ്ക്കാനുള്ളൊരു തയ്യാറെടുപ്പും കൂടിയാണ് അങ്ങനെ ഒന്ന് തൊട്ട് വന്ദിക്കുക. ഈ തൊട്ട് വന്ദിക്കുന്നത് ഒരു ഭാരതീയതയാണ് കേട്ടോ. പരസ്പരം പ്രത്യഭിവാദനം ചെയ്യുമ്പോഴേക്കും ഒന്ന് നമസ്കരിക്കുക എന്നും ഒന്ന് നിലം തൊട്ട് വന്ദിക്കുക എന്നും പറയുന്നത് എത്രയൊക്കെ വളർന്നാലും ഇവിടോട്ട് തന്നെ നിൽക്കണമെന്നും എൻ്റെ വേരിവിടെ തന്നെയാണ് ഇറങ്ങിപ്പോകേണ്ടതെന്നും ഉള്ള ബോധ്യവും കൂടിയാണ് നമുക്ക് വരുത്തി തരുന്നത്. തീർച്ചയായും നാം അത് ആചരിച്ച് കാട്ടിക്കൊടുക്കണം വരും തലമുറയ്ക്ക് അത് വേണമെങ്കിൽ. വിവാഹവേദികളിലൊക്കെ ഞാൻ കാണാറുണ്ട്, കുട്ടികൾ കാൽ തൊട്ട് വന്ദിക്കുമ്പോൾ ഈ കയ്യെ എന്തോ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ കൈ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ അമർത്തി തന്നെ വെക്കണം. ഇത്രയും നാൾ നീ എൻ്റെ കുഞ്ഞായി, പെണ്ണോ ആണോ, കുഞ്ഞായി വളർന്നു വലുതായി, ഇത്ര നാളും ഞാൻ സമാഹരിച്ചെടുത്ത മുഴുവൻ ഊർജവും മുഴുവൻ അനുഗ്രഹമായി നിന്റെ മേലിലേക്ക് ഞാൻ ദേ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ചെയ്യാനുള്ള കരുത്ത് സമാഹരിക്കേണ്ടതുണ്ട്. കാരണം ഈ കൈകളിൽ നാം ഭഗവാന്മാരെ തന്നെയാണ് കുടികൊള്ളുന്നത്. ഇതുകൊണ്ട് അരുതാത്തത് ഞാൻ ചെയ്യില്ല എന്ന പ്രതിജ്ഞയുമുണ്ട്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നാം പഠിക്കുന്നത് ക്ഷമ എന്ന് പറയുന്ന അസുലഭമായിട്ടുള്ള ഒരു വലിയ തത്വമാണ്. അതിനും അപ്പുറം കാറ്റ്, വായു, പഞ്ചഭൂതങ്ങളിലെ വായു. കാറ്റിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, എന്തിനെ സ്പർശിച്ചു പോയാലും കുറച്ച് ദൂരം അതിനെയും കൂടെ കൊണ്ടുവരും. അപ്പോൾ ഒരു നല്ല സുഗന്ധത്തിലാണ് സ്പർശിക്കുന്നതെങ്കിൽ സുഗന്ധമാണ് കൊണ്ടുവരിക, ദുർഗന്ധമാണെങ്കിൽ ദുർഗന്ധ കൊണ്ടുവരിക, എന്താണെന്ന് വെച്ചാൽ അതാകും. ചൂടെങ്കിൽ ചൂട്, തണുപ്പെങ്കിൽ തണുപ്പ്, അതൊക്കെ ആ വായു കൊണ്ടുവരും, കാറ്റ് കൊണ്ടുവരും. പക്ഷേ എല്ലാത്തിനോടും സമദൂരമാണ്. കാറ്റിൻ്റെ സ്വഭാവം എന്താ? കാറ്റിന് അങ്ങനെ ഒന്നിനോടും പ്രത്യേക പ്രതിപത്തിയില്ല. ഇത്തരം ഒരു സമഭാവന മനസ്സിൽ കൈക്കൊള്ളണമെന്ന് കാറ്റ് എന്ന ഗുരു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആകാശമാകട്ടെ പരന്ന് നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇന്നേ വരെ. ശിവലിംഗത്തിൻ്റെ ഉത്ഭവം തേടിപ്പോയ വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും കഥയൊന്ന് എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം, അനാദിയാണ്. എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു തിരിച്ചറിയാൻ പറ്റില്ല. ഇതുപോലെയാണ് ആകാശവും. ആകാശം എന്ന് പറയുന്നത് സീമയില്ലാതോളമാണ് അതിൻ്റെ പരപ്പ്, അതിൻ്റെ വ്യാപ്തി. നീ എത്ര ചെറുപ്പമാണെന്ന് നമ്മെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ആകാശത്തോളം ഉയരാനും അത്ര തന്നെ പരപ്പ് നിൻ്റെ ചിന്തകളിൽ, നിൻ്റെ നോട്ടങ്ങളിൽ, നിൻ്റെ കാഴ്ചകളിൽ, നിൻ്റെ ജീവിത വീക്ഷണത്തിൽ പുലർത്തേണ്ടതുണ്ട് എന്ന പാഠം ആകാശം എന്ന് പറയുന്ന ഗുരു നമുക്ക് പ്രദാനം ചെയ്തു തരുന്നു. ജലമാകട്ടെ, ജലം വെറുതെ എടുക്കരുതേ. പണ്ട് കാലങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കിണറ്റിൽ നിന്ന് കോരിയെടുത്താൽ കൈക്കുമ്പിളിലാണ് അത് കുടിക്കുക. പിന്നെയാണ് നമ്മൾ ചില പാത്രങ്ങളൊക്കെ കണ്ടെത്തുകയും ഇപ്പം ഡയറക്റ്റായിട്ട് തന്നെ അല്ലേ സ്ട്രോ രൂപത്തിലും ഒക്കെ വന്നത്. പക്ഷേ കയ്യിൽ ഇത് ഉണ്ടാവണം എന്നും കൈക്കുമ്പിൾ നീട്ടിയിട്ട് അങ്ങനെ തന്നെ വേണമെന്നും കയ്യിലെടുക്കുന്ന ജലത്തിനെ കുറച്ചു നേരം
അറിയണം, സ്പർശിക്കുക മാത്രമല്ല നോക്കേണ്ടതുണ്ട് എന്നും പ്രാർത്ഥനാ നിർഭരമായി അത് ഭുജിക്കേണ്ടതുണ്ടെന്നും. അതുകൊണ്ടാണ് ആദ്യത്തെ വെള്ളം എന്ന് പറയുന്നത് അർച്ചിക്കുന്നത് സൂര്യനെയാകുന്ന ഒരു സങ്കല്പം പണ്ടുണ്ടായിരുന്നത്. നേരം വെളുക്കുമ്പോൾ ആദ്യം നമ്മൾ വെള്ളം കുടിക്കുകയല്ല ചെയ്യുക, ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് ആ സൂര്യനാണ് ആദ്യം ജലം കൊടുക്കുക. അവിടുന്നുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്നുള്ള വലിയ തിരിച്ചറിവും കൂടിയാണ്. അപ്പോൾ ജലം നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധീകരണമാണ്. ഒന്ന് കുളിക്കുക എന്ന് പറയുന്നത് കുട്ടികൾ പോട്ടെ, നമുക്കൊക്കെ തന്നെ വല്ലാണ്ട് വിഷമത അനുഭവിക്കുന്ന സമയം, ജീവിതം സ്ട്രെസ്ഫുൾ ആയാൽ ഒന്ന് പോയി കുളിക്കാൻ പറയും. ഈ കുളിക്കുന്ന എന്താണെന്നോ, ഈ കഴുകി കളയുന്നത് പുറത്തെ മാലിന്യം മാത്രമല്ല, ഈ കിട്ടുന്ന ജലം എവിടെവിടങ്ങളിലെല്ലാം കൊണ്ടുവന്ന അറിവുണ്ടോ ആ അറിവ് മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. ബ്രാസ് പാത്രങ്ങളിൽ, ചെമ്പിൻ്റെ പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെക്കുകയും അതിൽ നല്ല ഭസ്മം, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, യഥാർത്ഥത്തിൽ നമുക്ക് ഉറപ്പുള്ള തന്നെ ഭസ്മം ഒരു നുള്ള് പ്രാർത്ഥനാ നിർഭരമായി ഇടുകയും ആ ജലത്തിന് ചുറ്റും തന്നെ 2-3 പൂവ് ഒക്കെ ആ പാത്രത്തിന് ചുറ്റും വെക്കുകയും പ്രാർത്ഥിച്ചു തന്നെ അത് ഭുജിക്കാനും ശ്രമിച്ചു നോക്കിയാൽ ഒരാഴ്ച കൊണ്ട് വ്യത്യാസം മനസ്സിലാവും. നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന വ്യത്യാസം. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ശുദ്ധീകരണ പ്രക്രിയ ജലം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു തരുന്നുണ്ട്. അഗ്നിയാകട്ടെ, എന്തും തിന്നുന്ന ഒരു നാവാണ് അഗ്നിക്ക്. എന്തൊക്കെയാണത് ഭക്ഷിക്കുക എന്നറിയില്ല. ഈ അഗ്നിയാണ് നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയും. ഇന്ന് ഇൻഡൈജഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ വരുന്നുണ്ട്. ജഠരാഗ്നി ആളിക്കത്താത്തതിൻ്റെ പ്രശ്നമാണ്. കഴിക്കുന്നത് അപ്പാടെ തന്നെ ഛർദ്ദിച്ചു പോവുകയോ അങ്ങനെ തന്നെ പുറത്തേക്ക് പോവുകയോ ചെയ്യുന്നു. ആഗിരണം ചെയ്യാനുള്ള സിദ്ധി നമുക്കില്ലാതെ പോകുന്നത് ഈ അകത്ത അഗ്നിയെ ത്രസിപ്പിക്കാത്തതിൻ്റെയാണ്. ഇനി ഇതിനും അപ്പുറം ഒരു അഗ്നി ഉണ്ടാവണം ഉള്ളിൽ, അറിവ് നേടാനുള്ള വല്ലാത്ത കൊതി. ആ അറിവ് എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ജ്ഞാനാഗ്നിയാണ്. അതിനെയും നിവേദിപ്പിക്കാൻ നമുക്ക് കഴിയണം, വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും. അപ്പം അഗ്നി എന്ന് പറയുന്ന വലിയൊരു ഗുരു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന പാഠം അത് തന്നെയാണ്. അഗ്നി എന്തിനെയൊക്കെ ഇല്ലാതാക്കിയാലും സ്വയം ഇല്ലാതെയാകുന്നുമില്ല എന്നുള്ള ഒരു പാഠവും കൂടിയുണ്ട്. ഇനി ചന്ദ്രനാകട്ടെ, ചന്ദ്രന് മാറാനുള്ള ശക്തി, ചന്ദ്രനും സനാതനധർമ്മിയുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്. അമ്മമാർക്ക് പ്രത്യേകിച്ചും അറിയാം അത് എന്നാണ് എൻ്റെ വിചാരം. 10 മാസം ചുമന്ന് പറ്റൂ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പിള്ളേർ നമ്മളോട് പറയും അല്ല, അവർ സൂര്യമാസത്തെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർ പറയും 9 മാസവും 9 ദിവസമേ ഉള്ളൂ, പറഞ്ഞ കണക്ക് തെറ്റായി എന്ന്. അപ്പം തിരിച്ചൊന്ന് പറയാൻ വേണ്ട ശേഷി ഓരോ സനാതന ധർമ്മവിശ്വാസിയും സമാഹരിച്ചു വെക്കണം. ചന്ദ്രമാസമാണ് നമ്മുടെ മാസം. ചന്ദ്രനുമായി ബന്ധിതമാണ് നമ്മുടെ എല്ലാ ചര്യകളും. ഏകാദശി എങ്ങനെയാണ്, പൗർണമി എങ്ങനെയാണ്, അമാവാസി എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളത് ചന്ദ്രനുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഗർഭിണികളുണ്ടെങ്കിൽ, ഗർഭിണി പശുക്കളുണ്ടെങ്കിലൊക്കെ തന്നെ ഈ പറയുന്ന വാവുന്ന ആളുകളിൽ ഒന്ന് ശ്രദ്ധ വേണം. ഭ്രാന്തുണ്ടെങ്കിൽ ഉന്മാദം കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസ്ഥകൾ അങ്ങനെയാണ്. ഇനി കാമുകന്മാരാണെങ്കിൽ അവരുടെ പ്രണയസങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നതും അങ്ങനെയാണ്. വികാരങ്ങളുടെ വേലിയേറ്റമോ വേലിയിറക്കമോ ആകട്ടെ, അതിന് ചന്ദ്രൻ്റെ സ്വാധീനം മനസ്സുകൾക്കുമുണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെച്ച് തരുന്നുണ്ട് ചന്ദ്രൻ എന്ന് പറയുന്ന കേമമായിട്ടുള്ള ഗുരു. ഒരു ദിവസം വള്ളം പോലെ നിൽക്കും, അടുത്ത ദിവസം കാണാനില്ലാതെയാകും, അടുത്ത ദിവസം വട്ടപ്പൊട്ട് പോലെ നിൽക്കും. മാറാനുള്ള ആ ഇലാസ്തികതയുണ്ടല്ലോ, അതാണ് ചന്ദ്രൻ എന്ന ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. സൂര്യനാകട്ടെ പറയണ്ട. സൂര്യനെ മനസ്സിലാക്കാൻ സൂര്യൻ എന്ന് പറയുന്ന തേജസ്സിനെ മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് ഏത് പ്രതലത്തിൽ സൂര്യനെ നമ്മൾ അതിൻ്റെ പ്രതിബിംബം നോക്കിയാലും ആ വട്ടത്തിൽ, ആ രൂപത്തിലായിരിക്കും അവിടെ ഉൾക്കൊള്ളാൻ പറ്റും. സമുദ്രത്തിലാണെങ്കിൽ ഇത്രയും വലിയ പാരാവാരത്തിനും ഒരു സൂര്യൻ ഉണ്ടാവും. ഒരു നദിയാണെങ്കിൽ ആ നദി ഒഴുകുന്ന ഒഴുക്ക് വെള്ളത്തിൽ ആ ഒഴുക്കിൻ്റെ താളത്തിനനുസരിച്ച് തന്നെ സൂര്യൻ ഉണ്ടാകും. എന്തിലും സ്വയം പ്രതിഫലിക്കാനുള്ള ഒരു സിദ്ധിയുണ്ട്. ഏതാണ് എൻ്റെ ഇടമെന്ന് നോക്കാതെ തന്നെ പ്രതികരിക്കാനുള്ള ശീലം സൂര്യൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാവാകട്ടെ, പ്രാവിൻ്റെ ഒരു കഥ ഗംഭീരമായി ഒരു 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 അധ്യായത്തിൽ ഉടനീളം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് അമ്മയും അത് സത്യം നേരത്തെ പറഞ്ഞ മായയുടെയും മിഥ്യയുടെയും ഒരു ചേർച്ചയുമായി ചേർത്താണ്. നമുക്കെപ്പോഴും മായ എന്ന് പറയുന്നത്, മിഥ്യ എന്നൊക്കെ പറയുന്നത് കേട്ട് കേൾവിയാണെങ്കിലും ഇത് ഗംഭീരമായി ഭഗവാൻ പറഞ്ഞു വെക്കുന്നത് ഈ കഥയിലൂടെയാണ്. പ്രാവും ഇണപ്രാവും ചേർന്ന് വല്ലാതെ സ്നേഹബന്ധത്തിലാവുകയും പിന്നീട് അവരൊരു കൂട് കൂട്ടാമെന്ന് തീരുമാനിക്കുകയും വിവാഹം കഴിക്കുകയും കൂട് കൂട്ടുകയും മുട്ടയിടുകയും മുട്ടകൾ വിരിഞ്ഞു വരുന്നത് സന്തോഷപൂർവ്വം കാണുകയും ഒക്കെ ചെയ്ത് അവസാനം ഇവ പറക്കമുറ്റമാകും എന്നുള്ള ഘട്ടത്തിൽ നിർഭാഗ്യമെന്നോണം വേടൻ്റെ വലയിൽ ഈ കുഞ്ഞുങ്ങൾ കുടുങ്ങുകയും ഈ മക്കളെ കളയാൻ വയ്യാത്ത കബോധങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വേടൻ്റെ വലയിലേക്ക് സ്വയം ചാടി ആത്മാഹൂതി ചെയ്യുന്നു. ആത്മാഹൂതിയല്ല ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് വീഴുമ്പോൾ അവരും അതിൻ്റെ ഉള്ളിൽ തന്നെ പെടുന്നു. ഇത് ഈ ചില ഗുരുക്കന്മാർ നമ്മളെ അരുതെന്നും ആകാമെന്നും പഠിപ്പിക്കുന്നുണ്ട്. ഈ കബോധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കഥ അരുത് എന്നാണ്. കാരണം നീ നിസ്വനായി മാറി നിൽക്കണം എന്നുള്ള വലിയ പാഠമുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പൂന്താന
പൂന്താനത്തിന് പറയാൻ പറ്റിയത്. കാത്തിരുന്നിട്ടുണ്ടായ ഒരു കുട്ടി ഒന്നാം പിറന്നാൾ ദിവസം ആളുകളെല്ലാം ഒന്ന് ഒത്തുചേർന്ന് അവൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ പൂന്താനത്തിൻ്റെ മകൻ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളുടെ അകത്ത് തന്നെ, ആ ഭാണ്ഡത്തിനകത്ത് തന്നെ വീണ് മരിച്ചു പോകുന്നു, ശ്വാസം മുട്ടി മരിച്ചു പോകുന്നു. അതിൽ നിന്നാണ്, ആ വേദനയിൽ നിന്നാണ് ഗുരുവായൂരിലേക്ക് സ്ഥിരം താമസം പോലെ അങ്ങോട്ടേക്ക് പോവുകയും സന്താനഗോപാലം എഴുതുകയും ചെയ്തത്. സന്താനഗോപാലം കഥയും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അർജുനനെ പരീക്ഷിക്കാൻ എന്നോണം തന്നെ ബ്രാഹ്മണന്റെ കുട്ടികളെല്ലാം നഷ്ടമായി പോവുകയും അർജുനൻ അവിടെ കവചമൊരുക്കി വെക്കുകയും എന്നിട്ടും കുട്ടി നഷ്ടമായി പോയപ്പോൾ അർജുനൻ സ്വയം ആത്മാഹൂതിക്ക് ഒരുങ്ങുകയും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അർജുനനെ കൊണ്ട് വൈകുണ്ഠത്ത് പോവുകയും ആ നഷ്ടമായപ്പോയ കുട്ടികളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിധി എന്താണ് എന്നുള്ളതും നിന്റെ ശക്തി കൊണ്ടും കരുത്തുകൊണ്ടും നിനക്കത് മാറ്റിമറിക്കാൻ പറ്റില്ല, നീ തിരിച്ചറിയേണ്ടതുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് എന്നും പറഞ്ഞു വെക്കുന്ന കഥ. ആ കഥയാണ് ഈ പ്രാവിൻ്റെ കബോധത്തിൻ്റെ കഥയിലൂടെ മിഥ്യയിൽ ഭ്രമിക്കരുത്, ഭ്രമിച്ചാൽ നാശം ഫലം എന്ന് ഈ പ്രാവ് എന്ന് പറയുന്ന ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. പതിയെ സഞ്ചരിക്കുന്ന പെരുമ്പാമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് അവധാനതയാണ്, പതുക്കെ എന്നുള്ളതാണ്. ഇത് പെരുമ്പാമ്പ് എന്ന ഗുരു തരുന്നുവെങ്കിൽ സമുദ്രം സ്ഥിതപ്രജ്ഞതയാണ്. എന്തെല്ലാം വന്നു ഭവിച്ചാലും അതിനകത്ത് കിടക്കുന്നത് ചിലപ്പോൾ അഗ്നിപർവ്വതമാകാം, ചിലപ്പോൾ അമൂല്യമായ രത്നമാകാം, പുറത്തിതൊന്നും കാണിക്കില്ല സമുദ്രം. അത്തരം ഒരു സ്ഥിതപ്രജ്ഞനാകാൻ സമുദ്രം എന്ന ഗുരു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈയാമ്പാറ്റകൾ അരുതേ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിലവിളക്ക് കൊളുത്തി വെച്ചാൽ ഓടി വന്ന് അതിലേക്ക് വീണ് ഇല്ലാതെയാകുന്ന ഈയാമ്പാറ്റയുണ്ട്. വണ്ടേ നീ തുലയുന്നു വിളക്കും കെടുത്തുന്നു എന്ന് കവി പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അത്തരം ഈയാമ്പാറ്റ എന്ന് പറയുന്ന ഗുരു അപ്രകാരമാകരുത്. നിറദീപത്തിനെ തെളിച്ചു തന്നെ വിൽക്കേണ്ടതുണ്ട്, അതിൽ പോയി കത്തിക്കരിഞ്ഞു പോകേണ്ടതല്ല നിന്റെ ജീവിതം എന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കരിവണ്ടാകട്ടെ, ഗംഭീരമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും ഉഷസംഗം പ്രകാശിച്ചിടും ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും ചലേ വിടർന്നിടുമേ ഏവം മൊട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ ദന്ത്രീന്ദ്രൻ വന്ന് പിഴുതു കൊണ്ടുപോയി എന്ന് പറയുന്ന കഥ. അതായത് ഒരു താമരമൊട്ടിനകത്തിരുന്നൊരു അളി എന്നാൽ വണ്ട് സങ്കല്പിച്ചു, ഇങ്ങനെ തേൻ കുടിച്ചിരുന്ന് അറിഞ്ഞില്ല സന്ധ്യയായെന്ന്. അപ്പം ഇതങ്ങ് കൂമ്പിപ്പോയി. അപ്പം അകത്ത് പെട്ടുപോയപ്പോൾ സങ്കല്പിച്ചതാണ് അകത്തിരുന്ന് നാളെ ദേവൻ സൂര്യൻ ഉദിക്കും, അപ്പം ഈ കമലവും ചലയും വിടർന്നിടും, അങ്ങനെ എനിക്ക് പറന്നു പോകാം. പക്ഷേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രൻ ആ പത്മിനിയും. ആ ഒരു ആനക്കൂട്ടം ചാവിട്ടി മോതിച്ചോടി ഇങ്ങോട്ട് വന്ന് ഇതിനകത്തുനിന്ന് പിഴുതുകൊണ്ട് പോയി. അപ്പോൾ കരിവണ്ട് എന്ന ഗുരു പ്രകൃതിയിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്, അരുതേ എന്ന്. ഇങ്ങനെയല്ല ആവേണ്ടത്, ചാപല്യമുണ്ടാവരുത് എന്ന്. മതയാന, സ്ത്രീ വിഷയത്തിനോടുള്ള അപാരമായിട്ടുള്ള താല്പര്യം എങ്ങനെയാണ് മതയാനയെ സ്വയം ഇല്ലാതെയാവുകയും മറ്റുള്ളവരെ ഇല്ലാതെയാക്കുകയും ചെയ്യുക എന്ന് മതയാന എന്ന ഗുരു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തേനീച്ചയാകട്ടെ, തേനീച്ച നിസ്വനരാണ്. തനിക്ക് കുടിക്കാനല്ല ഒരിറ്റ് തേന് പോലും തേനീച്ച സംഭരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതിങ്ങനെ സംഭരിച്ച് കൂട്ടി എന്നും തൊഴിലേർപ്പെട്ട് കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവൻ പരോപകാരാർത്ഥം ഇതം ശരീരം. അപ്രകാരമുള്ള തേനീച്ചകളാവുക എന്ന് തേനീച്ച എന്ന ഗുരു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാനാകട്ടെ സൗമ്യത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ വേടൻ്റെ വലയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് കരുതലോടെ ഇടപെടണം എന്നും മാൻ പഠിപ്പിക്കുന്നു. മത്സ്യം സ്വയം ഇരയായി പിടിക്കപ്പെടും. മത്സ്യത്തിന് തന്നെയാണ് കോർത്തുകൊണ്ട് ചൂണ്ടയിലിടുക. ഇത് നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠമുണ്ട്. ചുറ്റുമൊക്കെ നൂറുകണക്കിന് ചൂണ്ടകൾ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ചുറ്റും. പോയി കൊത്തുന്ന മീനാവല്ലേ എന്ന് മീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിങ്കള അഥവാ വേശ്യ നമ്മെ പഠിപ്പിക്കുന്ന പാഠം, ശരീരം എന്ന് പറയുന്നതിൻ്റെ സൗന്ദര്യം ക്ഷണഭങ്കുരമാണ്. അടുത്ത നിമിഷം ഇപ്പം കാണുമ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകാമെന്നൊക്കെ ധരിക്കും. പക്ഷേ ആത്മസൗന്ദര്യം എന്ന് പറയുന്നതാണ്, ആത്മീയതയാണ് ഗംഭീരമായി ശ്ലാഘിക്കപ്പെടേണ്ടത് എന്ന്. താലിപ്പരന്ത്, മീൻകുത്തിപ്പരന്ത് എന്ന് പറയുന്ന 18ാമത്തെ ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് വേണ്ടത് മാത്രം. അത് എങ്ങനെ ഉയരത്തിൽ പറന്നാലും കാണേണ്ടതിനെ കാണുകയും കൊത്തേണ്ടതിനെ മാത്രം കൊത്തുകയും ചെയ്യും. ഗുരു പഠിപ്പിക്കുന്ന പാഠമാണ്. 19ാമത്തെ ഗുരു ശിശുവാണ്. ശിശുജന്യമായിട്ടുള്ള സങ്കല്പം എന്നത് ആനന്ദമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കുഞ്ഞിലെ ഞാനും നിങ്ങളുമൊക്കെ ഇഷ്ടംമാതിരി ചിരിച്ചിരുന്നു. ചിരി കളിയായിരുന്നു നമ്മുടെ ജീവിതം. പക്ഷെ നമ്മളെല്ലാവരും ഏതോ ഒരു ഘട്ടത്തിൽ ചിരി എന്ന് പറയുന്നത് അടക്കുകയും അത് ഒടുങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പം ചിരിക്കുകയോ ചിരിപ്പിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ശിശുവിനെ നോക്കുക, ശിശുവിനെ പോലെ ആകാൻ ശ്രമിക്കുക, ശിശു സഹജമായിട്ടുള്ള നിഷ്കളങ്കതയും പുലർത്തുക, നന്മയുണ്ടാവും. ഗുരു നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കന്യകയാണെങ്കിൽ ശ്രദ്ധയാണ് പഠിപ്പിക്കുക. കയ്യിൽ മുഴുവൻ വളയുണ്ട് എങ്കിലും ആ വള കിലുക്കം ഭക്ഷണം
പാചകം ചെയ്യുമ്പോഴോ വിളമ്പുമ്പോഴോ പുലർത്തരുത്. കാരണം ആ വളയുടെ കിലുക്കം ആളുകളുടെ ശ്രദ്ധ കളയും എന്നതുകൊണ്ട് അവൾ എടുക്കുന്ന പ്രവൃത്തി അത്ര ശ്രദ്ധിച്ച് വേണം എന്നുള്ള ഒരു ചെറിയ ഒരു കഥയിലൂടെയാണ് അത് പറഞ്ഞു വെക്കുക. കന്യക നമ്മെ പഠിപ്പിക്കുന്നത് ധ്യാനത്തിൻ്റെതായിട്ടുള്ള കരുത്താണ്, നിശബ്ദതയുടേതായിട്ടുള്ള ഗുണമാണ്. യോദ്ധാവാകട്ടെ, അറിയാം നമുക്ക് കൃഷ്ണൻ അർജുനനോട് ഗുരു ചോദിക്കുന്നത് നീ എന്താ കാണുന്നത് എന്ന്. മരത്തിലിരിക്കുന്ന പക്ഷിയുടെ അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, അത് തന്നെയാണ് പിന്നീട് ദ്രൗപദിയെ സ്വന്തമാക്കാൻ അർജുനൻ സങ്കല്പിച്ചതും. മരത്തിലെ കിളിയുടെ കണ്ണ് തന്നെ കാണുക, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തിൻ്റെ കണ്ണ് തന്നെ കാണുക എന്ന് പറയുന്നത് ശ്രദ്ധയാണ്. ഇത് യോദ്ധാവ് എന്ന് പറയുന്ന ഗുരു നമ്മെ പഠിപ്പിക്കുന്നു. പാമ്പ് സമസ്ത ലോകം വസുധൈവ കുടുംബകം എന്ന സിദ്ധാന്തമാണ് പഠിപ്പിക്കുന്നത്. എവിടെയും പോയി മാളം ഉണ്ടാക്കും. ഏത് മാളവും കുഞ്ഞു ദ്വാരം എവിടെ കണ്ടാലും അവിടെ കയറി പാത്തി ഒളിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ വീട് ഞാൻ സൃഷ്ടിക്കുന്നതല്ല, ഈ ഭൂമി മുഴുവൻ എൻ്റെ വീട് തന്നെ എന്നുള്ളത് പാമ്പ് എന്ന ഗുരു അനുവർത്തിക്കുന്ന സങ്കല്പം. ചിലന്തി സ്വശരീരത്തിൽ നിന്ന് തന്നെയാണ് കുടുക്ക് ഉണ്ടാക്കുന്നത്, സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെയാണ്. ഇത് ജനനവും മരണവും എന്ന് പറയുന്ന ഈ ശരീരം എന്ന് പറയുന്നതിൻ്റെ ആ ക്ഷണഭങ്കുരത അതാണ് സൂചിപ്പിക്കുന്നത്. അത്രയേ ഉള്ളൂ. സന്യാസ ലക്ഷണവും കൂടിയാണത്. പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഒരുമിച്ച് ചേരുന്നും കൂടിയുണ്ട് ചിലന്തിക്ക്. ആ അർത്ഥത്തിലൊക്കെ ആയിരിക്കാം ഞാൻ വിചാരിക്കുന്നു തിരുവല്ലയ്ക്കടുത്ത് നമുക്കൊരു ചിലന്തി ക്ഷേത്രമുള്ളത്. അപ്പോൾ വെറുതെ ഒരു അമ്പലം അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുകയല്ല ചെയ്യുന്നത്. അയ്യേ, ഉറുമ്പിന് അമ്പലമാണോ ചിലന്തിക്ക് അമ്പലമാണോ എന്ന് ധരിക്കേണ്ടതില്ല. അതിൻ്റെ പിന്നിൽ ഈ ഭാഗവതത്തിൽ പറയുന്ന ഗംഭീരമായിട്ടുള്ള 23ാമത്തെ ഗുരു സ്ഥാനത്ത് നിൽക്കുന്നു. ആ അർത്ഥത്തിലാവാം ചിലന്തി. അതുപോലെ കടന്നൽ കൂട് കൂട്ടുന്നുണ്ട്. ഈ കൂട് കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത്, ഈ കൂട് കൂട്ടിയിട്ട് അതിന് ഓരോന്നിനും ഓരോ പ്യൂപ്പ പോലെ ഉണ്ട്. ഈ കൂട് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നത് കടന്നലായിട്ടാണ്. അപ്പം കൂടുകൾ എന്ന് പറയുന്നത് നമ്മളെ വാൽമീകിയെ പോലെയാണ്. ചുറ്റുമുണ്ടാക്കുന്ന ചിതലുകൾ അല്ലെങ്കിൽ ചുറ്റുമുണ്ടാക്കുന്ന ചിതൽപുറ്റുകളെല്ലാം പൊളിച്ച് പുറത്തേക്ക് വരുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ചിറകു വിരുത്തുന്ന ചിത്രശലഭമായി നീ മാറും, കടന്നലായി മാറും എന്ന് പറയുന്നു. ഇതിനുമൊക്കെ ഇങ്ങനെ 24 ഗുരുക്കളെ പ്രതിപാദിച്ച് കഴിഞ്ഞിട്ട് ഭഗവാൻ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. സ്വശരീരം എന്ന് പറയുന്നത്, അതായത് നീ തന്നെയാണ് നിൻ്റെ ഏറ്റവും വലിയ ഗുരു എന്ന ധാരണയിലേക്ക് നീ ചെന്നെത്തേണ്ടതുണ്ട് എന്ന്. മനസ്സ് എന്താണ് എന്ന് അടുത്ത ഭാഗത്തിൽ ഉദ്ധവഗീതയിൽ ഭഗവാൻ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. മനസ്സ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ക്ഷേത്രം, ക്ഷേത്രത്തിനുള്ളിലെ മൂർത്തി എങ്ങനെയാണ് എന്ന് പറയുന്നത് പോലെ അർജുനനെ വഹിക്കുന്ന രഥമുണ്ട് എങ്കിൽ ആ രഥത്തിൻ്റെ 5 കടിഞ്ഞാണുകൾ, അങ്ങനെയല്ലേ, ആ 5 കടിഞ്ഞാണുകളെ പഞ്ചേന്ദ്രിയങ്ങളായി വെച്ചാൽ അതിനെ പിടിച്ചു വയ്ക്കുന്ന സാരഥിയായിട്ടാണ് മനസ്സിനെ വയ്ക്കുക. അപ്പം ഇന്ദ്രിയം അടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ദേഷ്യം വരുമ്പോൾ, എന്താ പറയുക, വെറുപ്പുണ്ടാവുമ്പോൾ, നീചമായിട്ടുള്ള വാസനകൾ ഉണ്ടാകുമ്പോൾ അതിനെ അടക്കി വെക്കാനും അതിനെ ഒതുക്കാനും അതിനെ പാകപ്പെടുത്താനും നീ തയ്യാറാകണം. അങ്ങനെ വരുമ്പോഴാണ് നിർമ്മമനാവുക, മോക്ഷപ്രാപ്തി ലഭിക്കുക എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിനെ ജയിക്കുക, മനോജയം എന്ന അർത്ഥത്തിലും ഇന്ദ്രിയ നിഗ്രഹം എന്ന അർത്ഥത്തിലും ഒക്കെ ഭഗവാൻ അതിനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഭൗതികതയുടെ നിരാസമാണ്. ഈ ഭക്ഷണം കഴിച്ച് രോഗികളാവുന്നവരാണ് നമ്മളെല്ലാം. അനാവശ്യമായ സമ്പത്ത് സമ്പാദിച്ച് ഒടുവിൽ സമ്പത്തില്ലാതെയായി പോകുന്നവരാണ്. യഥാർത്ഥ സമ്പത്ത് ആത്മീയതയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നവരാണ് നാമെല്ലാം. ഇത്തരം ശരിയായ ഒരു വിശകലന ബോധമുണ്ടാക്കണമെന്ന് ഉദ്ധവഗീത പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതാണ് ശരി, എത്രമാത്രം വേണം, മിതമാണ് കേമം, ഇത് പിന്നെ ബ്രഹ്മത്വമാണ് നമ്മുടെ പരിപാവനമായിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ലക്ഷ്യം. ഇങ്ങനെയും ഒന്ന് നോക്കിക്കാണേണ്ടതുണ്ട് എന്ന്. ഇനി ഗംഭീരമായി ഗീതയിൽ പറയുന്നത് പോലെ തന്നെ ഭക്തി യോഗ പറഞ്ഞതുപോലെ അടുത്ത യോഗയായി കർമ്മയോഗം പറയുന്നു. യോഗം എന്ന് പറയുന്നത് കൂടിച്ചേരലാണെന്ന് നേരത്തെ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. കർമ്മം എന്ന് പറയുന്നത് എന്താ? കർമ്മം നിഷ്കാമകർമ്മം എന്ന് പറയുന്നുണ്ട്. നിഷ്കാമം ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കാനായി വന്ന് നിൽക്കുമ്പോൾ ഞാനൊരു കർമ്മത്തിലാണ്. നിങ്ങളെല്ലാവരും കേൾക്കണേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ, ഞാനീ പറയുന്ന എല്ലാവർക്കും ഇഷ്ടമാവണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുമായിട്ടൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റണേ, ഇങ്ങനെ എനിക്കുണ്ടാവും. പക്ഷേ അത് ഭഗവങ്കൽ അങ്ങ് സമർപ്പിച്ചിട്ട് ചെയ്യുക. വേണ്ടവരെടുത്തോളും, കൊള്ളേണ്ടവർക്ക് കൊണ്ടോളും, കിട്ടേണ്ടവർക്ക് കിട്ടിക്കോളും. അതിൽ നിന്ന് ഞാൻ ധരിക്കാത്ത തലങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇങ്ങനെ വെക്കുമ്പോഴാണ് ഈ ചെയ്യുന്ന കർമ്മത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആ ഫലം എനിക്കെത്ര ഉണ്ടാക്കും എന്നതിനെ പറ്റി നോക്കാതെ അത് സമൂഹത്തിന് എത്ര ഉണ്ടാക്കും, അതെത്ര നന്മയിലേക്ക് എന്നെയോ ലോകത്തിനെയോ മുഴുവൻ നയിക്കും എന്ന് സങ്കല്പിക്കുമ്പോഴാണ് നിഷ്കാമകർമ്മാവുന്നത്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. അങ്ങനെ നമുക്ക് ആചരിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ കുറെ കൂടെ ശ്രേയസ്സും ഉണ്ടാകും എന്ന് ഉദ്ധവഗീത കൃത്യമായി ലോകത്തോടായി പറയുന്നുണ്ട്. അതിനെ ഫലേച്ഛ കൂടാതെ എന്ന് വിവക്ഷിച്ചും പറയും. അതുപോലെ മറ്റൊരു വാക്കാണ് ഇതിനകത്ത് വിഹിത കർമ്മം.
അവനവൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ഞാൻ ഭാര്യ എന്ന നിലയിൽ അനുവർത്തിക്കേണ്ട കർമ്മമല്ല സഹോദരി എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഓരോ പ്രഭാഷക എന്ന നിലയിൽ, അധ്യാപിക എന്ന നിലയിൽ, സമൂഹത്തിൽ ഇടപെടുന്ന ആളെന്ന നിലയിൽ വ്യത്യസ്തമായ കർമ്മമണ്ഡലങ്ങളിൽ കൃത്യമായി തന്നെ വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ഉദ്ധവഗീത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് കർമ്മയോഗം എന്നും പറയുന്നുണ്ട്. ഇത് സമർപ്പണ ബുദ്ധിയാ ചെയ്താൽ നമുക്ക് മോക്ഷമാണ് ഫലമെന്നും നന്മയുണ്ടാവുമെന്നും. ഗംഭീരമായിട്ട് നമ്മളൊരു ഒരു ഒരു സാമ്പാർ ഉണ്ടാക്കി വെച്ച് വീട്ടിൽ ആരും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോ ഇതെല്ലാവരും കഴിക്കണേ 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 എന്നാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ വരും. ഇല്ലെങ്കിൽ അത് സമർപ്പണ ബുദ്ധി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നന്മയുണ്ടാവും. കാരണം അതിനകത്ത് നമ്മുടെ അനുഗ്രഹം, നമ്മുടെ നല്ല മനസ്സ് ഒക്കെ കൂടെ ചേരും. അതുകൊണ്ടാണ് ഭഗവാന്റെ അടുക്കൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനിച്ചിരി സ്വാദ് കൂടുതലാണ്. ഇതിനേക്കാളും കൂടുതൽ സാധനങ്ങളൊക്കെ അല്ലേ നമ്മൾ വീട്ടിൽ സാമ്പാറിനിടുന്നത്. പക്ഷെ ഇവിടെ എന്താ അതിന് സ്വാദ് കൂടുതൽ തോന്നാറില്ലേ? എന്ത് തന്നെ ഭക്ഷണം ആകട്ടെ, അത് ഒരു സാമ്പാർ ഇവിടെ നിന്ന് ഓട്ടർഷ പിടിച്ചാലേ ചിലപ്പോൾ കിട്ടുള്ളൂ, അങ്ങനെ പോലത്തെയാണ്. എന്നാലും എന്താ രുചി. കാരണം അവിടെ നിഷ്കാമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുക. അതുകൊണ്ട് തന്നെയാണ് ഫലം എന്ന് പറയുന്നത് വലിയ തോതിലായി മാറുന്നതും അത്ഭുതകരമായ നേട്ടം എല്ലാവർക്കും അതിൽ നിന്നുണ്ടാകുന്നതും. പിന്നെ ഭഗവാൻ സ്വപ്രകൃതിയെ പറ്റി പറയുന്നു. പ്രകൃതി എന്ന വാക്ക് ഭാരതീയതയുടെ ഏറ്റവും ചേർത്ത് വെക്കാവുന്ന ഒന്നാണ്. ചുറ്റും കാണുന്നത് അത് മാത്രമല്ല പ്രകൃതി. അവനവൻ്റെ സ്വത്വം എന്ന് പറയുന്നതും സ്വപ്രകൃതിയാണ്. സ്വപ്രകൃതി ഈ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് എല്ലാം ശരി. ഞാനിപ്പോൾ വേർത്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോളൂ, ആ പ്രകൃതി ഈ പ്രകൃതിയും ശരിയല്ല എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ? ഏത് സമയം മഴ പെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ, എപ്പോഴാണ് ഇടിവെട്ടുന്നതെന്നറിയില്ല, എന്ത് സംഭവിക്കാം. ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ പിന്നെ വെള്ളപ്പൊക്കമാണ്, അടുത്ത മഴ ഇല്ലാതെയാവുമ്പോൾ അവിടെ വരൾച്ചയാണ്. എന്താ അത്? ആ പ്രകൃതി കുഴപ്പമുണ്ടാക്കി. ആ പ്രകൃതിയെ കുഴപ്പമുണ്ടാക്കിയത് ആരാ? ഈ പ്രകൃതിയാണ്. ഈ പ്രകൃതിയും ആ പ്രകൃതിയും ഒന്നാക്കേണ്ടതുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആദി പുരാണത്തിൽ ഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ്. ഇത് ഇപ്പോൾ മനുഷ്യർ പറയുന്നുണ്ട് ശരിയാണ്, ഇതാണ് താളഭ്രംശങ്ങൾ, കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഭാര്യയുടെ പ്രകൃതിയും ഭർത്താവിൻ്റെ പ്രകൃതിയും ചേരാതെ പോകുമ്പോഴാണ് ഡൈവോഴ്സുകൾ നാട്ടിലുണ്ടാവുന്നത്. കുട്ടികളുടെ പ്രകൃതിയും അച്ഛനമ്മമാരുടെ പ്രകൃതിയും ചേരാതെ പോകുമ്പോഴാണ് കുട്ടികൾ നാട് വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ അച്ഛനമ്മമാർ ഇവരെ കൊണ്ട് കളയേണ്ടി വരുന്നത്, അച്ഛനെയും അമ്മയും കളയേണ്ടി വരുന്നത്. അങ്ങനെയല്ലേ? വയോജനങ്ങൾക്കും വേണ്ടി തന്നെയുള്ള ഇടങ്ങൾ ഇപ്പം നാട്ടിൽ കണ്ടമാനമുണ്ട്. ഇനി അവിടെയും കൊണ്ട് കളയാൻ പറ്റില്ലെങ്കിൽ ഗുരുവായൂർ കൊണ്ടുവന്ന് നടക്കിരുത്തുന്ന പരിപാടിയുണ്ട്. എന്താ അത്? ആ പ്രകൃതി ഈ പ്രകൃതിയും ചേരാത്തതാണ്. ഇനി അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ട് സംഘർഷങ്ങൾ കൂടുതലുണ്ടാവുന്നുണ്ട്. രാജാവും പ്രജയുമായിട്ടുണ്ട്, ഭരിക്കുന്നവരും ഭരിക്കാത്തവരും തമ്മിലുണ്ട്, അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നവരും തമ്മിലുണ്ട്. ഏതിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രകൃതികൾ ചേരാതെ പോകുമ്പോൾ അവിടെ എല്ലാം കുഴപ്പം വരും. ഈ ചേർച്ച എന്ന് പറയുന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ആ ചേർച്ചയ്ക്ക് പറ്റിയ ഒരു അന്തരീക്ഷവും ആകാശവും നാം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 3 ഗുണങ്ങൾ പറ്റി, സത്വം, രജസ്, തമസ് എന്ന് നമ്മൾ പറയുന്ന 3 ഗുണങ്ങൾ പറയുന്നു. എല്ലാവരും തീർച്ചയായും തമോ ഗുണത്തിലായിരിക്കും വ്യാപരിക്കാൻ ഇഷ്ടം. തമോ ഗുണം കുറച്ചു വെച്ചുകൊണ്ട് സത്വഗുണത്തിലേക്കുള്ള പ്രയാണം ഇത് ഭക്ഷണത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം മന്തി ബന്തി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചില സാധനങ്ങളുണ്ട്, കഴിക്കുന്നവരെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയം വരുന്നു. പക്ഷേ കുട്ടികളോട് ആ വാക്ക് പോലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവരുടെ സ്ഥിര ഭക്ഷണത്തിലേക്ക് അതായി മാറുകയും ചെയ്യുന്നു. വിര പോലത്തെ ചില സാധനങ്ങൾ 2 മിനിറ്റ് കൊണ്ടുണ്ടാക്കാവുന്നത്, 1 മിനിറ്റ് കൊണ്ടുണ്ടാക്കാവുന്നത്, വലുപ്പത്തിൽ തന്നെ ഇരിക്കുന്നത്, ശൂലം കുത്തി നിർത്തുന്നത്, നമ്മളെ ഭയപ്പെടുന്ന ഭക്ഷണക്രമങ്ങൾ ആലോചിക്കുക. കുട്ടികളിൽ ഇത്രയും വയലൻസ് എന്തുകൊണ്ടാണ്? കുട്ടികളെ പോട്ടെ, നമ്മളിൽ എല്ലാത്തിനും കുഞ്ഞുങ്ങളെ പോയി കാണണ്ടല്ലോ, കാരണം നമ്മളിലാണല്ലോ, ഗാന്ധാരിമാരാണല്ലോ നമ്മളെല്ലാവരും, ധൃതരാഷ്ട്രന്മാരാണല്ലോ നമ്മളെല്ലാവരും. കൗരവന്മാരെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ കിടന്ന് കൗരവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ അർത്ഥം, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്, രുചിക്കുന്ന വെള്ളം എന്ന് പറയുന്നത്, ശ്വസിക്കുന്ന വായു എന്ന് പറയുന്നത്, ആചരിക്കുന്ന രീതികൾ എന്ന് പറയുന്നത്, ചിന്തകൾ എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുന്നു. കൃഷ്ണനാവാനും നിനക്ക് പറ്റും, കാളിയനാവാനും നിനക്ക് പറ്റും. ആരാകണം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് തന്നെ നിന്റെ ശത്രുവും നിന്റെ മിത്രവും നീ തന്നെ എന്ന് പറയുന്ന ആശയമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ആ ഗുണങ്ങളിൽ ഏതാണോ ആചരിക്കേണ്ടത്, ഏതാണോ സ്വായത്തമാക്കേണ്ടത്, ഉടൻ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ട ഭക്ഷണം, ഉണ്ടാക്കുമ്പോൾ തന്നെ ഭുജിക്കുന്ന ഭക്ഷണം. ഒരു ഫ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്, ആയുഷ്കാല ഒരു മൂലധനം എന്നോണമാണ്. അതിനകത്ത് ആദ്യത്തെ തട്ടിൽ 4 ദിവസം മുമ്പുള്ളത്, രണ്ടാമത്തെ തട്ടിൽ 1 ആഴ്ച മുമ്പുള്ളത്, പിന്നെ 3 ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആഹരിക്കുമ്പോൾ സ്വഭാവമുള്ള രാക്ഷസീയരായിട്ട് നാം മാറുന്നു. സ്വാഭാവികമാണത്.
അത്ര ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തിങ്ങ്, പ്രത്യേകിച്ച് മരത്തിൽ നിന്ന് തന്നെ പറിച്ച് ഉടനെ തന്നെയുള്ള കുക്ക് ചെയ്യാത്തത്, പാചകം ചെയ്യാത്തതായിട്ടുള്ള പച്ചക്കറികളോ ഇതോ വിഷം വെച്ചിട്ട് അവിടെ നിന്ന് വരുന്നത് വണ്ടിയിൽ നിന്ന് അപ്പാടെ വാങ്ങിച്ച് ഭുജിക്കുന്ന കഥയല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ മുറ്റത്തിൽ തന്നെ നമ്മൾ വളമിട്ട് കൊടുത്ത് നമ്മൾ വളർത്തിയെടുക്കുന്ന സസ്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത്തരം തീർച്ചയായും സത്വ സ്വഭാവം നമ്മളിൽ ഓരോരുത്തരെയും രൂപപ്പെടുത്താൻ സഹായിക്കും എന്ന് ഇന്ന് ഉദ്ധവഗീത നമുക്ക് വായിച്ചെടുക്കാം. 8 ദോഷങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അത് ഗർവം പറഞ്ഞൊന്ന് പോകാനുള്ള സമയം മാത്രമേ എനിക്കുള്ളൂ, അതുകൊണ്ട് അങ്ങനെ മാത്രം ചെയ്യുന്നു. അറിയാവുന്ന വാക്കുകളാണെല്ലാം എന്നതുകൊണ്ട് വിവക്ഷ ചിന്തനീയമാണ്. ഗർവം, അഹങ്കാരം, വിഷമഭാവന, മത്സരം, അവിശ്വാസം, സ്പർദ്ധ, സ്ത്രീസേവ, ചൂതുകളി, മദ്യപാനം. ചൂതുകളിയൊക്കെ ഇന്നത്തെ കാലത്തെ ലോട്ടറി ആയിട്ട് വിവക്ഷിക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരാൾ കൗൺസിലിങ്ങിന് വന്നു. ഒരു കുട്ടിയാണ്, 21 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. എൻ്റെ അടുക്കലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നത് അച്ഛന് ലോട്ടറിയാണ് ഭ്രാന്ത് എന്നാണ്. അച്ഛൻ ലോട്ടറി എടുത്തെടുത്ത് കുടുംബത്തിലേക്ക് ഒന്നും തരുന്നില്ല. അപ്പം അച്ഛൻ കള്ളുടിക്കൂല, അച്ഛൻ നിങ്ങൾ ഉപദ്രവിക്കൂല, ഇത് മതിയല്ലോ ടീച്ചറേ. അപ്പം എനിക്ക് അല്പം ലോട്ടറി എടുത്തിട്ട് ഇത്രയും വലിയ ദ്രോഹം ഉണ്ടാവുന്നോന്ന് എനിക്കൊരു പുതിയ വായനയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ അന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന 8 ദോഷങ്ങൾക്കകത്ത് ചൂതുണ്ട്. കാരണം എന്താ, ഇത് അഡിക്ഷൻ ആകുമ്പോൾ കുഴപ്പമില്ല, എന്തും അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന്, അതിനൊന്നും തെറ്റില്ല. അത് തന്നെയെന്നും പിന്നെ അത് ചെയ്യാതെ പറ്റില്ല എന്നും പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ ഒരു കൃത്യത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ടേയിരിക്കുക എന്നും പറയുന്നത് അത്യാസക്തിയാണ്. ഈ അത്യാസക്തി എന്നെയും നിങ്ങളെയും നശിപ്പിക്കും എന്ന് ഉദ്ധവഗീത നമ്മെ പറഞ്ഞു തരുന്നു. ഈ 8 ദോഷങ്ങളിൽ നിന്നും മാറേണ്ടതുണ്ട് എന്നും. പിന്നെ അദ്വൈത സങ്കല്പം. അദ്വൈതം ആണ് നേരത്തെ ഹരിവരാസനം പാടിയതുപോലെ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് സാക്ഷാൽ ശാസ്താവിൻ്റെ അടുത്താണ് എന്നതുപോലെ, ശബരിമലയെ പറ്റി ഒന്ന് സങ്കല്പിച്ചാൽ, തത്വമസി ഒന്ന് മനസ്സിൽ ഗ്രഹിച്ചാൽ നമുക്കറിയാവുന്നതാണ് അതും ഇതും ഒന്നാണ്. മാലയിട്ടവനും കറുത്ത വസ്ത്രം ധരിച്ചവനും പരസ്പരം വിളിക്കുന്നതൊക്കെ അയ്യപ്പ എന്നാണ്. കൂട്ടുകാരൊക്കെ പണ്ട് പറയാറുണ്ട്, ആരെങ്കിലുമൊക്കെ മാലയിട്ടിട്ട് ക്ലാസ്സിൽ വരുവാണെങ്കിൽ അപ്പം തല്ല് തരില്ല, കാരണം ആ ഇരിക്കുന്ന അയ്യപ്പനാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആരെയാണോ നീ തൊഴാൻ പോകുന്നത്, ആരെയാണോ നീ മനസ്സിൽ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നത്, അത് നീയായി അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അഹം ബ്രഹ്മം എന്ന് പറയുന്ന ദീപ്തമായിട്ടുള്ള വലിയൊരു സങ്കല്പത്തിനെ കുഞ്ഞതാക്കി നമുക്ക് പറഞ്ഞു തരികയാണ് ശബരിമല സങ്കല്പം. നമ്മുടെ നാട്ടിൽ കാണുന്നത് ഒരു മാളികാപ്പുറം കുഞ്ഞൊരു കറുത്ത ഫ്രോക്കും ഇട്ടിട്ട് അവൾ ഓടിച്ചാടി നടക്കുകയോ, ഇനി 50 കഴിഞ്ഞതിന് ശേഷം അവൾ ഒരു കറുത്ത വസ്ത്രം ധരിക്കുകയോ ചെയ്താൽ നീയാണ് മാളികപ്പുറം, നീ അമ്മയാണ് എന്ന സങ്കല്പത്തിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അതും ഇതും ഒന്ന് എന്നുള്ളത് വിവേക ബുദ്ധിയാ വിശകലനം ചെയ്യണം. അതുകൊണ്ടാണ് ഉദ്ധവനോട് ഭഗവാൻ ചേർത്ത് നിർത്തി പറയുന്നത്, സ്വർഗാരോഹണം കഴിഞ്ഞാലും ഞാൻ നിന്നെ വിട്ടു പോകുന്നില്ല, കാരണം നീ ഞാൻ തന്നെയാണ്. നീ എന്തിനാ കരയുന്നേ, നീ എന്തിനാ വിലപിക്കുന്നത്? ഞാൻ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതനുസരിക്കുമ്പോൾ നീ ഞാനായി മാറുന്നു. ഞാൻ എന്തൊക്കെയാണോ അനുവർത്തിച്ചു വന്നിരിക്കുന്നത് അതിനെ ആരാധനയോടെ നോക്കിക്കാട്ടിയിട്ട് അപ്പാടെ തന്നെ നിന്റെ ജീവിതത്തിൽ അത് സ്വാംശീകരിക്കുമ്പോൾ നീയും ഞാനും വേറല്ല, ഒന്ന്. അപ്പം ഇതാണ് അദ്വൈതം. അതിനെയാണ് ഹരിനാമകീർത്തനത്തിൽ ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ ബദം ഉണ്ടാവതല്ല മമ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞു പോകുന്നത്. അതും ഇതും ഒന്ന്. അവിടെ നിൽക്കുന്ന ഭഗവാൻ ആകാനുള്ള ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും അനുവർത്തിക്കേണ്ടത് ജീവിതത്തിൽ എന്ന് അദ്വൈത സിദ്ധാന്തം തരുന്നു. മോക്ഷപ്രാപ്തിക്കായിട്ട് ധ്യാനമാണ് സ്വീകരിക്കേണ്ടതെന്നും സ്വത്വബോധത്തിൽ നിന്നും വിമുക്തനാവണമെന്നും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കളിയാക്കി പറയാറില്ലേ, സന്യാസി വര്യന്മാർ തുണി ഉടുക്കാതെ നടക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ജനുവരി മാസം മഹാകുംഭമേള നടക്കുകയാണ്. പത്രത്താളുകളിലൊക്കെ അത്തരം വലിയ വാർത്തകളും വരും. അപ്പോൾ ഹൈന്ദവികതയെ അല്ലെങ്കിൽ സനാതനധർമ്മ വിശ്വാസത്തെ നിരാകരിച്ചുകൊണ്ട് തുണി ഒടുക്കാത്ത കുറവന്മാർ നടക്കുന്നതെന്ന് പറയുമ്പോൾ ആലോചിക്കണം, ദിഗംബരൻ എന്ന് പറയുന്നത് സ്വശരീരത്തിൽ സ്വത്വത്തിൽ ബോധമില്ലാതാവുന്ന അതൊരു ചെറിയ അവസ്ഥയല്ല. നഗ്നനാണ് ഞാനെന്നോ അത് കാണാൻ പറ്റും. ഇഷ്ടമാതിരി യൂട്യൂബ് വീഡിയോസും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ഞുരുകുന്ന കൈലാസഭൂവിൽ ഒരൊറ്റ കോണകവും ധരിച്ച് ചിലപ്പോൾ ആ വസ്ത്രം പോലും ഇല്ലാതെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ആ ജലമെടുത്ത് തലവഴി ജടയിലൂടെ ഒഴിക്കുന്ന സന്യാസി പുങ്കവന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും പോയതാണ് ആ ഇടങ്ങളിലൊക്കെ. 4 സെറ്റ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ പോവാം എന്ന് തോന്നലുണ്ടാകുന്ന ഇടത്താണ് ഇത്തരം നിസ്വനന്മാരായി നിൽക്കുന്നത് ഈ സന്യാസി വര്യന്മാർ. എങ്ങനെ അത്ഭുതമുണ്ടാകുന്നുണ്ട്. എങ്ങനെ? അതാണ് മനസ്സിനെ കീഴടക്കിയവർ, ശരീരത്തെ ആദ്യം കീഴടക്കിയവർ. അപ്പം ഈ ശരീരബോധം സ്വത്വബോധം ഇല്ലാതെയാവുമ്പോഴാണ് നിനക്ക് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഉദ്ധവഗീത. ഇനി കർമ്മസന്യാസം എന്ന് പറയുന്ന പുതിയൊരു ഇതുമുണ്ട്. അതായത്
നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും ആ കർമ്മത്തിൻ്റെ ആവർത്തനം ഉണ്ടാകാതിരിക്കാൻ, അതാണ് സന്യാസം. ഈ കർമ്മത്തിൽ നിന്ന് നമ്മൾക്ക് എന്നേക്കുമായി വിരക്തി എന്ന് പറയുന്ന അത്ഭുതകരമായ, അതായത് കർമ്മഫലം തിരിച്ചു മടങ്ങി വരാതെ വീണ്ടും പ്രവൃത്തിയെടുക്കാനുള്ളത്. അത് സൂര്യനും കാറ്റും ജ്ഞാനികളും എല്ലാം അതിൻ്റെ പ്രതിരൂപങ്ങളായി ഉണ്ട്. സൂര്യൻ രാവിലെ ഉദിക്കുന്നതും വൈകിട്ട് അസ്തമിക്കുന്നതും അല്ലെങ്കിൽ വീണ്ടും ഉദിക്കുന്നതും അതിൻ്റെ കർമ്മം ചെയ്ത് പോകുന്നത് സന്യാസതുല്യമായിട്ടുള്ള നിർമ്മമത്തോടെയാണ്. ഒരു നേരം പോലും സൂര്യൻ ചോദിക്കണില്ല, നാളെ ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യമൊക്കെ കട്ടാണ് കേട്ടാ എന്ന് പറയാറില്ല. ഇങ്ങനെ ഞാൻ ജ്വലിച്ചു കൊണ്ടേയിരുന്നാൽ ഞാൻ ഒരു ദിവസം ഒടുങ്ങിപ്പോവും കേട്ടോ എന്നും സൂര്യനില്ല. എൻ്റെ ദൗത്യം ഇതാണ്. സന്യാസതുല്യമായിട്ടുള്ള തത്വത്തോടെ ഈ ഭൂമിയെ മുഴുവൻ പരിപാലനം ചെയ്യുന്ന സൂര്യൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠവും മറ്റൊന്നുമല്ല. പിന്നെ മായയും മിഥ്യയും, ഞാനതൊന്ന് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നാരദനും ഹരിയുമായി ചേർന്നിട്ടുള്ള ഗംഭീരമായൊരു കഥയുണ്ട്. എന്താണ് മായ എന്ന് നാരദൻ ശ്രീകൃഷ്ണ ഭഗവാനോട്, വിഷ്ണുവിനോടായി പോയി ചോദിച്ചു. വൈകുണ്ഠത്തിലിരുന്നിട്ട് ഭഗവാൻ എന്താണ് എന്ന് മറുപടി പറയാതെ ഒരു മായക്കാഴ്ചയിൽ നാരദനെ പെടുത്തി കൊടുത്തു. ഗംഭീരമായിട്ടുള്ളൊരു കഥയാണ്, വായിച്ചാൽ കിട്ടും, നമുക്കത് മനസ്സിലാവും. നാരദൻ പിന്നെ ഒരു ഗൃഹസ്ഥാശ്രമിയാണ്. കഥ പിന്നെ നടക്കുന്നത് ഗൃഹസ്ഥാശ്രമിയാണ്. നല്ല യൗവനയുക്തയായ ഭാര്യ, കുറച്ച് നാൾക്ക് ശേഷം കുട്ടികൾ, സുഖകരമായി ജീവിക്കുന്നു. പെട്ടെന്ന് അലയടിച്ച് സമുദ്രത്തിൽ നിന്നൊരു നമ്മുടെ സുനാമി പോലെ വരുന്നു. ഭാര്യയും കുട്ടികളെയും എല്ലാവരെയും കൊണ്ടുപോകുന്നു. നാരദൻ ആ സ്ഥലത്തു നിന്ന് ഉറക്കെ വെല്ലുവായിൽ നിലവിളിച്ച് കരയുന്നു. ഈ കരഞ്ഞ് നിൽക്കുന്ന നാരദൻ്റെ മുമ്പിലായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറ്റി നാരദ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നാരദന് ബോധ്യമായത് മായ എന്ത് എന്ന്. ചോദ്യം ചോദിച്ച നാരദനിൽ നിന്ന് അടുത്ത നിലവിളി, വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുന്ന നാരദനിലേക്കുള്ള വലിപ്പം എന്ന് പറയുന്നത് ഒരു നിമിഷമോ അത്ര നേരമേ ഉള്ളൂ. പക്ഷേ നാരദനെ സംബന്ധിച്ചിടത്തോളം ഭീകരമായിട്ടുള്ള ജീവിതമാണ് മുമ്പിൽ കണ്ടത്. എന്താണ് മായ എന്നൊന്ന് കണ്ണടച്ചാൽ ഇല്ലാതെയാകുന്നതും എൻ്റെ അമ്മ തന്നെ, എൻ്റെ അച്ഛൻ തന്നെ, എൻ്റെ ഭർത്താവ് തന്നെ, എൻ്റെ കുട്ടികൾ തന്നെ. പക്ഷേ ഞാൻ അവരിലെല്ലാം ഉള്ളിലുള്ള ആ ഭഗവാന്റെ ജീവാംശത്തെ മാത്രം, ഭഗവാന്റെ അംശം മാത്രം എൻ്റെ അംശവുമായി ചേർത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തെ എല്ലാം എൻ്റേത് തന്നെ, ഈ ലോകത്തെ ഒന്നും എൻ്റേതല്ല എന്ന തലത്തിലേക്ക് ഉയരാൻ പറ്റും. ഇതൊരു വല്ലാത്ത തത്വമാണ്. അത് ഉദ്ധവഗീത പറയുന്നുണ്ട്. പിന്നെ ഗംഭീരമായ അവസ്ഥ പ്രതിപാദിക്കേണ്ടത് തന്നെയുണ്ട്. അത് വർണ്ണാശ്രമ വ്യവസ്ഥയാണ്. എന്നും ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി ആളുകൾ തെറ്റു പറയാറുള്ളത് വർണ്ണങ്ങളെ പറ്റിയാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ ജാതി മുഴുവൻ ഉണ്ടാക്കിയത് ഈ ഭഗവാനാണ് എന്ന് കളിയാക്കാണ്. അങ്ങനെയല്ല ഭഗവാൻ പറഞ്ഞത്. ഒരേ സമയം തന്നെ നമ്മളെല്ലാം വർണ്ണങ്ങളിൽ അഭിരമിക്കുന്നവരാണ്. കാരണം ജനിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ക്ഷുദ്രനാണ്. ഇനി അതിനുമൊക്കെ അപ്പുറം നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ കുടുംബമൊക്കെ ഒന്ന് വൃത്തിയാക്കുക, അപ്രകാരമുള്ള സേവക വൃത്തിയിൽ ഏർപ്പെട്ടാൽ അതെല്ലാം ക്ഷുദ്രത്വമാണ്. എൻ്റെ ഉള്ളിലെ ക്ഷുദ്രനാണ് ആ ചെയ്യുന്നത്. എന്നാൽ എൻ്റെ കുടുംബത്തിൽ കൃഷിയൊക്കെ ചെയ്യുകയും ആ കൃഷിയിലൂടെ വാണിജ്യം അല്ലെങ്കിൽ പണം സമ്പാദനം ഞാൻ നടത്തിയാൽ ഞാൻ വൈശ്യനായി മാറുന്നു. എൻ്റെ കുടുംബത്തിന് ചുറ്റും വേലി ഉണ്ടാക്കി വെക്കുകയോ ഇതര ആളുകളുടെ ആക്രമണം അല്ലെങ്കിൽ ഇതര ശത്രുക്കളിൽ നിന്ന് എന്നെ പ്രതിരോധിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ യോദ്ധാവായി ക്ഷത്രഗുണമുള്ളവനായി മാറുന്നു, ക്ഷത്രിയനാവുന്നു. എപ്പോഴൊക്കെയാണോ ഉപാസനയോടുകൂടി ബ്രഹ്മപദത്തിലേക്ക് ഞാൻ സ്വയം നയിക്കുന്നത്, അപ്പോൾ ഞാൻ ബ്രാഹ്മണനായി മാറുന്നു. ജനിക്കുന്ന ക്ഷുദ്രന് ബ്രാഹ്മണനാകാനുള്ള പ്രയാണമാണ് ജീവിതം. ആർക്കും ബ്രാഹ്മണനാകാം. ഇത്രയേ ഉള്ളൂ തത്വം. ഇതിനെ കാലാകാലങ്ങളിൽ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി കൊട്ടുകൂടാ അങ്ങനെ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പാവം ഇതൊന്നും സങ്കല്പിക്കാത്ത ഭഗവാന്റെ നാവിലോട്ട് ഇതെല്ലാം എടുത്തു വെച്ചു കൊടുക്കുകയും ചെയ്തു. പ്രതിരോധിക്കാൻ സനാതനധർമ്മ വിശ്വാസിക്ക് കരുത്തുമില്ലാതെ പോയി. നമുക്കറിയാൻ വയ്യല്ലോ, അയ്യോ ഇനി ആയിരിക്കും കേട്ടോ, ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ അത് പ്രതിരോധിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും ക്ഷുദ്രകുലത്തിൽ ജനിച്ചു. യാദവകുലം എന്ന് പറയുന്ന ക്ഷുദ്രകുലമാണ്. അങ്ങനെയാണ് കുലമാണ് വെച്ച് വിശകലനം ചെയ്യുന്നെങ്കിൽ അതിൽ ജനിച്ചവനാണ്. വേദവ്യാസൻ മുക്കുവനാണ്, മുക്കുവ സ്ത്രീയിൽ പിറന്നവനാണ്. അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ ക്ഷുദ്രകുലത്തിലാണ് കേമരായിട്ടുള്ള മഹാന്മാരെല്ലാം സനാതനധർമ്മ വിശ്വാസികളായി നമുക്ക് കാണാവുന്നത്. കട്ടാള വംശജനാണ് വാൽമീകി എന്നാണ് തത്വവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ക്ഷുദ്രത്വം എന്നും ബ്രാഹ്മണത്വം എന്ന് പറയുന്നതും ജീവിതത്തിൻ്റെ അവസ്ഥകളാണെന്ന് വർണ്ണം പറയുമ്പോൾ ആശ്രമം ജീവിതത്തിൻ്റെ ചര്യകളാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ജനിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാലം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം. ഇപ്പോഴത്തെ കുട്ടികൾക്കോ നമ്മൾ കുട്ടികളായിരുന്നപ്പോഴോ നമ്മൾ അനുവർത്തിച്ചതല്ല. അതുകൊണ്ട് അത് പഠിക്കാനും അറിയാനും ഒക്കെ ഇച്ചിരി വിഷമാണ്. അല്പാഹാരം, ജീർണവസ്ത്രം, ഭഗധ്യാനം, ശുനക നിദ്ര എന്നൊക്കെ പറഞ്ഞ് ചില വാക്കുകളാണ് പറഞ്ഞു വെക്കുക. എങ്ങനെയെങ്കിലൊക്കെ വസ്ത്രം ധരിച്ചാൽ മതി, ഇതിൽ വലിയ ഭ്രമിക്കാൻ പാടില്ല. അതാണ് സന്ദീപനി ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഒരുപക്ഷെ സുദാമാവും കൃഷ്ണനും ചേർന്ന് തന്നെ നിന്ന് പഠിച്ചത്. അത്രയേ ഉള്ളൂ അവർക്ക്. അതാണ് ബ്രഹ്മചര്യ. ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒരു കൊടുത്തുവിടുന്ന പാത്രവുമായി ഇവിടെയും പോയി അന്നം ചോദിക്കാനുള്ള അധികാരം. കിട്ടിയാൽ ഭുജിക്കും, ഇല്ലേ ഇല്ല, സാരമില്ല. അതാണ് അല്പാഹാരം.
ജീർണവസ്ത്രം, ഭഗധ്യാനം, എങ്ങനെയാണോ ഒരു കൊക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്രകാരമുള്ള ശ്രദ്ധ. ശുനകനിദ്ര, നായി ഉറങ്ങുന്നത് പോലെ ഒരനക്കത്തിൽ അത്ര ശ്രദ്ധ. ഇങ്ങനെയെല്ലാമുള്ള രീതികളാണ് ബ്രഹ്മചര്യത്തിലെങ്കിൽ കൃത്യമായ ധർമാനുഷ്ഠാനം ശ്രീരാമചന്ദ്രദേവനെ പോലെ, സീതാദേവിയെ പോലെ, മണ്ഡോദരിയെ പോലെ, താരയെ പോലെ, ഉജ്ജ്വലരായിട്ടുള്ള സ്ത്രീരത്നങ്ങളെ പോലെ അപ്രകാരം ധർമ്മനിബദ്ധമായിട്ടുള്ള ജീവിതം. അത് ഭാരതത്തിലും മഹാഭാരതത്തിലും രാമായണത്തിലും പറയുന്നുണ്ട്. ഗംഭീരരായിട്ടുള്ള ആൾക്കാരെ തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഹനുമാനെ പോലെ നിസ്വനരായിട്ടുള്ള ഭക്തധർമ്മം, അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ തന്നെ കാട്ടിത്തരുന്നുണ്ട്. അങ്ങനെ കർമ്മം ആചരിക്കുക ധർമ്മനിബദ്ധമായി. അതാണ് ഗാർഹസ്ഥ്യം അല്ലെങ്കിൽ ഗൃഹസ്ഥൻ, ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മങ്ങൾ പല രീതിയിൽ. ഇനി അതിനുശേഷം വാനപ്രസ്ഥം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തല നരച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ കാലമാകുമ്പോഴേക്കും നമ്മുടെ മടിശീല അല്ലെങ്കിൽ നമ്മുടെ താക്കോൽ കൂട്ടം അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ച് സൗഭാഗ്യത്തോടെ മാറി നിന്ന് അവർക്ക് ഇത്ര നാളുകൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത അറിവ്, നമ്മുടെ ജ്ഞാനം, നമ്മുടെ അനുഭവ സമ്പത്ത് കൃത്യമായി കൊടുക്കാൻ പറ്റണം. പിന്നെ സന്യാസം. ഇതാണ് 4 ആശ്രമങ്ങൾ ആയിട്ട് പണ്ട് അനുവർത്തിച്ചു വെച്ചിരിക്കുന്നത്. ചിലതെങ്കിലും ചില രീതിയിലെങ്കിലും പാലിക്കാൻ ഇന്നത്തെ കാലത്തിന് കാലാനുസൃതമായ എല്ലാത്തിനും മാറ്റം വരുത്താമല്ലോ. ആ രീതിയിൽ ധർമ്മനിഷ്ഠയിലൂടെ നമുക്ക് ആചരിച്ച് മുന്നോട്ട് പോകാം. അത് നമ്മെ സഹായിക്കും. അവസാന ഭാഗത്തിലേക്ക്, ഭഗവത്ഗീതയുടെ അവസാന ഭാഗം ഭിക്ഷുഗീത എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററുണ്ട്, ഒരു അധ്യായമുണ്ട്. ഇതൊരു ഭിക്ഷുവിൻ്റെതായിട്ടുള്ള കഥയാണ്. യാചകരെ ഒന്നും കുടുംബത്തിൽ കയറ്റാതെ ഗംഭീരമായിട്ട് കച്ചവടം ചെയ്ത് നല്ല കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ട് ഇഷ്ടംമാതിരി ധനം സമ്പാദിച്ചിട്ട് കുടുംബത്തിൽ പോലും സ്വന്തം കാര്യത്തിന് പോലും ഉപയോഗിക്കാത്ത ആളുകൾ. കാരണം പണം സമ്പാദിച്ചു തുടങ്ങിയാൽ പണത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് സ്വരുക്കൂട്ടാൻ തുടങ്ങിയാൽ, സ്വരുക്കൂട്ടുന്നത് കുറേ ആളുകൾ ചിലർക്ക് ഇങ്ങനെ തെറിപ്പിച്ച് കളയാനാണ് ഇഷ്ടം, അതും കുഴപ്പമാണ്. അതിനപ്പുറം ഇത് സ്വരുക്കൂട്ടാൻ തുടങ്ങിയാൽ പിന്നെ അതും ഒരു തരം അഡിക്ഷനാവും. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ യഥാർത്ഥ പോലെ ജീവിക്കാതെ ജീവിച്ച ഒരാൾ, ആ ആളാണ് നമ്മുടെ കഥയിലെ നായകൻ. അവന്തിക എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. ഏതായാലും വളർന്നു കുറെ കാലമായപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ, ചാക്രികമാണല്ലോ. ഉയർത്തി കൊണ്ടുവരികയും നാറാണത്ത് ഭ്രാന്തനെ പോലെ കുന്നിൻ്റെ മേളിൽ നിന്ന് ഉരുട്ടി താഴോട്ടിടുകയും നമ്മുടെ സംസ്കൃതിയാണ്. അതുകൊണ്ട് ഇയാൾ ഇതിങ്ങനെ സ്വരുക്കൂട്ടി വലിയ മഹാമേരു പോലെ തന്നെ ഉണ്ടാക്കി വെച്ചത് ഒരു നിമിഷം കൊണ്ട് തന്നെ കള്ളന്മാർ കൊള്ളയടിച്ചു. ചീത്തക്കുട്ടികൾ സന്താനങ്ങൾ ഉണ്ടായി. അവരെല്ലാം അത് തട്ടിത്തൂവി. ഇയാൾ ദരിദ്രരാവാൻ ഒരുപാട് സമയമെടുത്തില്ല. ദാരിദ്ര്യം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് വെളിപാടുണ്ടായത്. അതുകൊണ്ടാണ് ശോകത്തിൽ ശ്ലോകം എന്ന് പറയുന്നത്. ദുഃഖം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഭഗവാനെ വിളിക്കുക, അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? അതുകൊണ്ട് ദുഃഖം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി കാല് തൊട്ട് തൊഴുമ്പോഴേക്കും, ഇപ്പം ഇല്ല, അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. വീട്ടിൽ പോകുമ്പോഴേക്കും അമ്മയുടെ അടുക്കൽ നിന്ന് ഞാൻ എൻ്റെ സാറിനെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അമ്മ ചിരിക്കും, ചുണ്ടുകൊട്ടി ചിരിക്കും, എന്നെ പരിഹസിച്ച് ചിരിക്കും. കാരണം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ശാപമാണ് കിട്ടുക. സാറിൻ്റെ കാല് കിടക്കുക, സാറിൻ്റെ കാല് തൊട്ടൊന്ന് വന്ദിക്കുമ്പോഴേക്കും സാറ് നെറുകയിലേക്ക് ഇങ്ങനെ കൈ അമർത്തിയിട്ട് നിൻ്റെ ജീവിതം അസ്വസ്ഥതകൾ കൊണ്ട് നിറയട്ടെ എന്ന് പറയും. ഞാൻ കരഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരും. ഇത് കുറേ നാളുകൾ തുടർന്നു. എന്ന് ഇത് മേടിക്കാൻ തന്നെ ഞാൻ അതുവരെ പോവുകയും ചെയ്തു. എനിക്ക് ധാരണയില്ലായിരുന്നു. സാർ എന്നെ അനുഗ്രഹിക്കുകയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സ്വപ്നം എന്ന് പറയുന്നത് നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിൽ നീ കാണുന്നതെന്തോ അതല്ല, മറിച്ച് നിന്റെ ഉറക്കം കെടുത്തുന്നതെന്തോ അതാണ് എന്ന്. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവട്ടെ എന്നേ. കാരണം ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, ശ്രീകൃഷ്ണ ഭഗവാൻ 54 വധശ്രമങ്ങൾ. എവിടെങ്കിലും കരഞ്ഞതായി കേട്ടിട്ടുണ്ടോ? ചിരിച്ച് നിൽക്കുകയാണ്. ശ്രീരാമചന്ദ്രദേവൻ എത്ര ഉജ്ജ്വലനായിരുന്നു, ധാർമ്മികനായിരുന്നു. എന്തെങ്കിലും സമാധാനം കിട്ടിയോ? ഏറ്റവും അവസാനം വരെയും. പക്ഷേ അക്ഷോഭ്യനായി നിന്നു. ധർമ്മത്തെ നാഴ്നോക്കിയിട്ട് ഞാൻ മാറില്ല. അങ്ങനെയാണ് അവരൊക്കെ അവതാരങ്ങളായത്. അവരവതാരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ നമ്മളോട് ഉയർത്തുന്ന ചോദ്യമുണ്ട്. നീയും കടഞ്ഞ് സ്ഫുടമാവട്ടെ. എങ്ങനെയാണ് സ്വർണം കേമാവുന്നത്? ഉരുക്കിയിട്ടാണ്, അല്ലേ? അത്രയും ചൂടിലൂടെ ദുഃഖങ്ങളെല്ലാം ജീവിതത്തിൽ വരുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ അധ്യാപകനെ ഇങ്ങനെ സ്മരിക്കും. സാറ് തന്നത് അനുഗ്രഹമായിരുന്നല്ലോ എന്ന്. സ്ഫുടം ചെയ്യാൻ കരുത്തുണ്ടാവുമ്പോൾ എന്തൊക്കെ അവിടെ സംഭവിക്കട്ടെ. ഒരു തവണയെ കറണ്ട് പോയുള്ളൂ. കറണ്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നു, അതോ വന്നതാണോ? 10 തവണ കറണ്ട് പോകാതിരിക്കട്ടെ, പോട്ടെ, എനിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. നോക്കൂ, കാരണം എന്താ? അത് നമ്മൾ സ്വാംശീകരിക്കുന്ന കരുത്താണ്. ആരും ശ്രദ്ധിക്കാതെ പോട്ടെ, കുഴപ്പമില്ലെന്നേ, ശ്രദ്ധിപ്പിക്കാനുള്ള സിദ്ധി ഉണ്ടാവും. അപ്പോഴാ ഭഗവാനെ വിളിക്കുന്ന, ഭഗവാനെ 3 പേര് ഉറങ്ങിയിട്ടുണ്ടേ, 4 പേര് തൂങ്ങി വീണവർ എണീറ്റിരിപ്പുണ്ടേ, ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പം അകത്തുനിന്ന് വിളി തീവ്രമായി വരും. അങ്ങനെ വരുമ്പോൾ കണ്ണടച്ച് നിൽക്കുന്നവരും എന്തോ സംഭവം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ എന്ന മട്ടിലൊന്ന് നോക്കും. മതിന്നേ, നിന്റെ ധർമ്മം അത്.
നിന്റെ ധർമ്മം അത് അകത്തേക്ക് എത്തട്ടെ. അകത്തേക്ക് എത്തിയാൽ മാത്രം പോരാ, ഇറ്റിറ്റിറ്റിറ്റ് അടിയിലേക്ക് വീഴട്ടെ, അത് വ്യാപരിക്കട്ടെ. ഈ മൈക്കെന്ന് പറയുന്ന നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ എത്തട്ടെ ഒരു ദിവസം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കാവുന്നതാണെങ്കിൽ അത് ലോകമെമ്പാടും വാരി വിതറാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ സത്രവേദിയിൽ നിന്ന് കിട്ടുന്ന പ്രസാദം എന്നോണം നന്മയുണ്ടാവട്ടെ. അതൊരു ഗംഭീര കാര്യമല്ലേ? ചെറിയ കാര്യമാണോ? അങ്ങനെ ഉദ്ധവഗീത നമ്മെ ഭിക്ഷുഗീതയിലൂടെ എങ്ങനെയാണോ ജീവിതത്തിൽ ഭിക്ഷുവായി മാറുമ്പോൾ എങ്ങനെയാണോ വ്യസനത്തിലൂടെ ഗംഭീരതയിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ള പാഠം പഠിപ്പിച്ചു തരുന്നു. സേവനത്തിൻ്റെ മഹത്വം പഠിപ്പിച്ചു തരുന്നു. മറ്റൊരാളെ രക്ഷിക്കുമ്പോൾ, മറ്റൊരാളെ ചേർത്ത് പിടിക്കുമ്പോൾ വരുന്ന നന്മ എന്ത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ് എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ട് തൻ്റെ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. കാലിൽ മുറിവേറ്റ് നിന്ന് മരിക്കുന്നു എന്ന് ഉറപ്പുണ്ടായി, അതായത് അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാന നിമിഷം കടഞ്ഞെടുത്ത അമൃത് പോലെ ഇങ്ങനെ കൊടുക്കുന്നു ഉദ്ധവന്. അത് കൊടുക്കാൻ പറ്റിയ പാത്രവുമാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്നറിയാം. പാത്രം അറിഞ്ഞു വേണം ദാനം എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. ഉദ്ധവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വിഷമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ പാത്രത്തിൽ വീണാൽ ഇത് ഇറ്റിറ്റകത്ത് നിൽക്കും, അതൊരുപാട് ആളുകളിലേക്ക് എത്തും. അതിന് ഉദ്ധവഗീത എന്ന് പേരുണ്ടാവും. ഇവിടെ കേൾക്കുന്ന കഥകൾ മുഴുവൻ, ആചാര്യൻ്റെ മുഖത്തിൽ നിന്ന് കേൾക്കുന്ന കഥകൾ മുഴുവൻ കഥകൾ നമ്മൾ കേട്ട കഥകളാണ്. വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് വീട്ടിൽ പോയിട്ടോ അല്ലാതെ ഒരു തവണയോ മനനതലത്തിലിട്ടൊന്ന് തൂക്കി നോക്കണം. ഈ കഥയിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു? ഞാൻ എവിടാ നിൽക്കുന്നത്? ഞാൻ കൃഷ്ണനാണോ, ഞാൻ കാളിയനാണോ എന്ന് ഞാൻ ചോദിച്ചതുപോലെ, നേരത്തെ ചോദിച്ചതുപോലെ, ഞാൻ രാമനാണോ, ഞാൻ രാവണനാണോ, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, സുരനാണോ അസുരനാണോ എന്നൊരു തോന്നൽ എന്നൊന്ന് തുലാസിലിട്ട് തൂക്കി നോക്കിയിട്ട് എൻ്റെ ശത്രുപക്ഷത്താണോ ഞാൻ നിൽക്കേണ്ടത്? എന്നെ ഞാൻ തന്നെ മിത്രമാക്കേണ്ടതില്ലേ, ചേർത്ത് പിടിക്കേണ്ടതില്ലേ? എൻ്റെ കുലം മുഴുവൻ, എൻ്റെ സമാജം മുഴുവൻ, എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് മുഴുവൻ ഖ്യാതി ഉണ്ടാക്കാനും മെച്ചമുണ്ടാക്കാനും വേണ്ട ശ്രമം, സേവന ബുദ്ധിയാ ഞാൻ ഏർപ്പെടേണ്ടതില്ലേ എന്ന ബോധ്യവും വരുത്താൻ ഈ സത്രം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.